ഒരു തിയറി പഠിക്കാൻ പോകുന്നു. കഴിഞ്ഞ ദിവസം എനിക്കിവിടെ വീട്ടിലൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. പെട്ടെന്ന് ക്രമീകരിച്ച് ചെയ്യണം. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് മാറ്റി വെച്ചത്. ഓക്കെ, ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ട് തിയറികളെ കുറിച്ച് കഴിഞ്ഞ ആഴ്ചകളിൽ പഠിച്ചു. സൈക്കോ അനലിറ്റിക്കൽ തിയറി, സൈക്കോ സോഷ്യൽ തിയറി. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന തിയറിയാണ് ബിഹേവിയറൽ തിയറി. ബിഹേവിയറൽ തിയറി. എഴുതിയോ? ബിഹേവിയറൽ തിയറി കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ബിഹേവിയർ. എന്താണ് ബിഹേവിയർ? ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ പെരുമാറ്റം, അതാണ് ബിഹേവിയർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മള് സൈക്കോളജിക്കൽ ബിഹേവിയറൽ തിയറി ഈസ് എ സൈക്കോളജിക്കൽ അപ്രോച്ച്. അതായത് ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചത്തിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് ഒരു ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ലേൺഡ് ത്രൂ ഇന്ററാക്ഷൻ. നമ്മൾ മറ്റുള്ളവരോട് കൂടെയുള്ള സംഭാഷണങ്ങളില്, പിന്നെ നമ്മുടെ പ്രകൃതി അല്ലെ എൻവിയോൺമെന്റിൽ നിന്ന് ഒക്കെ നമ്മൾ പഠിക്കുന്ന ഒരു സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് ആണ് ഈ ബിഹേവിയർ തിയറിയെ കുറിച്ച് പറയുന്നത്. അതായത് നമ്മുടെ പ്രകൃതിയിൽ നിന്നുള്ള നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ മറ്റുള്ളവരിൽ നിന്നുള്ള ഇന്ററാക്ഷൻസ്, പിന്നെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മുടെ ഒരു പ്രതികരണം, അതൊക്കെയാണ് നമ്മുടെ പെരുമാറ്റത്തിൽ വരുന്നത്. ഞാൻ അതിന്റെ നിർവചനം പറഞ്ഞുതരാം. JB വാട്സൺ ആണ് ഈ തിയറിയുടെ അല്ലെങ്കിൽ ഈ പേഴ്സണാലിറ്റി തിയറിയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ഫൗണ്ടർ ഓഫ് ബിഹേവിയറൽ തിയറി JB വാട്സൺ അല്ലെങ്കിൽ ജോൺ ബി വാട്സൺ. ജോൺ ബി വാട്സൺ, ചുരുക്കത്തിൽ JB വാട്സൺ. ഇന്നൊരു പ്രത്യേകതയുണ്ട്, ഞാൻ ആദ്യമായിട്ട് കണ്ണാടി വെച്ചു കേട്ടോ. നന്നായിരിക്കുന്നു. ചെറിയ അക്ഷരങ്ങളൊക്കെ കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. അപ്പൊ ആരാ നമ്മുടെ ഇതിന്റെ ഫൗണ്ടർ എന്ന് പറഞ്ഞാൽ JB വാട്സൺ. അതിന്റെ നിർവചനം മലയാളത്തിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതൊരു മനഃശാസ്ത്രപരമായ ഒരു സിദ്ധാന്തമാണ് ബിഹേവിയറൽ തിയറി എന്ന് പറയുന്നത്. മനുഷ്യരുടെ പെരുമാറ്റം പരിസ്ഥിതിയുമായുള്ള ഇടപെടലിലൂടെ പഠിക്കുന്നതാണ് ബിഹേവിയർ എന്ന് പറയുന്നത്. അതായത് ഈ JB വാട്സന്റെ നിർവചനമാണ് ഇത്. മനുഷ്യരുടെ പെരുമാറ്റം പരിസ്ഥിതിയുമായുള്ള ഇടപെടലിലൂടെ പഠിക്കുന്നതാണ്. മാഡം എക്സ്ക്യൂസ് മീ, ഒന്നാമത്തേതാണോ? ഒന്നാമത്തേന്റെ ഇത് എക്സ്പ്ലനേഷനാ, ബിഹേവിയറൽ തിയറി. ഞാനിപ്പോ അല്പം ലേറ്റായിട്ടാ കേറിയത്. തുടങ്ങിയതേ ഉള്ളൂ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബിഹേവിയറൽ തിയറി ആണെന്ന് പറഞ്ഞു. അതിന്റെ ഉപജ്ഞാതാവാണ് അല്ലെങ്കിൽ ഫൗണ്ടറാണ് JB വാട്സൺ, ജോൺ ബി വാട്സൺ. അതിന്റെ നിർവചനം ഞാൻ പറയാൻ പോകുന്നതേ ഉള്ളൂ, അപ്പോഴാ ഫസ്റ്റ് ചോദിച്ചത്. ശരി ശരി. അതായത് ബിഹേവിയറൽ തിയറി എന്നത് ഒരു മനഃശാസ്ത്രപരമായ ഒരു സിദ്ധാന്തമാണ്. അതായത് ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് ആണ്. അതായത് മനുഷ്യരുടെ പെരുമാറ്റം പരിസ്ഥിതിയുമായുള്ള ഇടപെടലിലൂടെ പഠിക്കുന്നതാണ്. രണ്ടാമത്തെ നമുക്ക് ഒരു പോയിന്റ് കൂടെ പഠിക്കാം. അതായത് സ്റ്റിമുലസ് നമ്മൾ കേട്ടിട്ടുണ്ട്, പ്രേരണം, നമ്മളെ പ്രേരിപ്പിക്കുന്ന സ്റ്റിമുലസ് അല്ലെങ്കിൽ പ്രതികരണം. സ്റ്റിമുലസ് കഴിഞ്ഞിട്ട് ഒരു വര ഇട്ടിട്ട് റെസ്പോൺസ് എന്ന് എഴുതിക്കുക. സ്റ്റിമുലസ് ഒരു വര ഇട്ടിട്ട് റെസ്പോൺസ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബിഹേവിയർ രൂപപ്പെടുന്നത്. നമ്മൾ അതിന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാനിപ്പോ അതിന്റെ എക്സാമ്പിൾ പറയുന്നില്ല, അതിന്റെ ഓരോ ഇത് വരുമ്പോൾ പറയാം. സ്റ്റിമുലസ് ഒരു വര ഇട്ടിട്ട് റെസ്പോൺസ്, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബിഹേവിയർ രൂപപ്പെടുന്നത്. ഇനി നമുക്ക് അതിന്റെ പ്രധാന അടിസ്ഥാന ആശയം എന്ന് പറയുന്നതാണ് ഈ ബിഹേവിയർ ഈസിക്കൽ ടു സ്റ്റിമുലസ്, അതുപോലെ ഒരു ആരോ ഇട്ടിട്ട് റെസ്പോൺസ്. അങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് പിന്നാലെ എടുക്കുമ്പോൾ മനസ്സിലാവും. ബിഹേവിയർ ഈസിക്കൽ ടു സ്റ്റിമുലസ്, ആരോ ഇട്ടിട്ട് റെസ്പോൺസ്.
ഇനി ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സ്റ്റിമുലസ് എന്ന് പറയുമ്പോൾ ഒരു പ്രേരണ. നമ്മുടെ കയ്യിൽ ഒരു മുള്ളു കൊള്ളുമ്പോൾ എന്തോ ചെയ്യും? നമ്മൾ പെട്ടെന്ന് മുള്ളു കൊള്ളുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും? വേദന അല്ല, വേദനിക്കും. മുള്ളങ്ങോട്ട് വേദനിക്കുമെങ്കിലും നമ്മളെ പെട്ടെന്ന് കൈ നമ്മൾ വലിക്കത്തില്ലേ? കൈ വലിക്കും. അതാണ് നമ്മൾ അവിടെ ഉണ്ടാകുന്നത്. സ്റ്റിമുലസ് ആണ് മുള്ളു കൊണ്ടത്, റെസ്പോൺസ് ആണ് നമ്മൾ കൈ വലിക്കുന്നത്. വലിച്ചത്. അപ്പൊ അവിടെ ആ ഒരു പ്രതികരണം, അപ്പോഴത്തേക്ക് നമ്മുടെ പെരുമാറ്റത്തിൽ നമുക്ക് സ്വഭാവത്തിലൊപ്പം പെട്ടെന്ന് മാറ്റം വരത്തില്ലേ? നമ്മൾ കൈ വലിച്ചു, നമ്മൾ ആ മുള്ളു കൊള്ളുന്നതിന് മുൻപിലിരുന്ന ആ ഉള്ള സ്വഭാവമായിരിക്കത്തില്ല നമുക്ക് അടുത്ത നിമിഷം വരുന്നത്. അതായത് സ്റ്റിമുലസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ റെസ്പോൺസിൽ മാറ്റം വരുന്നു, പ്രതികരണം ഉണ്ടാകുന്നു. അതുവഴി എന്തോ ചെയ്യുന്നു? നമ്മുടെ പെരുമാറ്റം മാറുന്നു, ബിഹേവിയർ. അതാണ് സ്റ്റിമുലസ്. ആദ്യം ഞാൻ ഇട്ടിരുന്നത് ബിഹേവിയർ ഈസ് ഈക്വൽ ടു സ്റ്റിമുലസ് ടു റെസ്പോൺസ്, അല്ലെങ്കിൽ തിരിച്ചു എഴുതാം സ്റ്റിമുലസ് ആരോ ഇട്ടിട്ട് റെസ്പോൺസ് ഈസ് ഈക്വൽ ടു ബിഹേവിയർ എന്ന് എഴുതാം. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടേ പറയണേ. ഇനി അടുത്ത ടൈപ്സ് ഓഫ് ലേണിംഗ്. അതിനകത്ത് ബിഹേവിയർ തിയറിക്കകത്ത് ടൈപ്സ് ഓഫ് ലേണിംഗ്, അതിനകത്ത് പഠന രീതികൾ. ടൈപ്സ് ഓഫ് ലേണിംഗ്. ഒന്നാമത്തെ തിയറിയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഇനി അതിന്റെ മലയാളം എന്ന് ചോദിച്ചാൽ ക്ലാസിക്കൽ കണ്ടീഷനിങ്. സ്പെല്ലിംഗ് വേണമെങ്കിൽ ഞാൻ പറയാം. CLASSICAL. CLASSICAL. ക്ലാസിക്കൽ കണ്ടീഷനിങ്. CONDITIONING. ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഇനി ഈ തിയറി, അതായത് ഈ ബിഹേവിയറൽ തിയറിയിലെ ഒന്നാമത്തെ പഠന രീതിയായ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന്റെ ഉപജ്ഞാതാവാണ് ഇവാൻ പാവലോവ്. IVAN പാവലോവ്, PAVLOV. ഒന്നുകൂടെ പറയാമോ? പറയാം. ക്ലാസിക്കൽ കണ്ടീഷനിങ്, അതിന്റെ ബ്രാക്കറ്റിൽ ഇവാൻ പാവലോവ്, IVAN PAVLOV. ഓക്കെ. ഇനി ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീടുകളിൽ അനുഭവമുള്ളൊരു കാര്യമാണ്. ഇത് ഈ ഒരു പരീക്ഷണം ഇവാൻ പാവലോവ് ചെയ്തത് അദ്ദേഹത്തിന്റെ വീട്ടിലെ പട്ടിയിലാണ് അത് ചെയ്തത്. എങ്ങനെയാണെന്ന് വെച്ചാല്, നമ്മള് പട്ടിക്ക് വിശക്കുന്ന സമയത്ത് എന്തോ ചെയ്തെന്നോ, ആദ്യം അയാള് ബെല്ലടിച്ച് അതിന്റെ കൂടെ എന്തോ ചെയ്ത് ഫുഡും വെച്ച്, ബെല്ലും അടിച്ച് ബെല്ലിന്റെ കൂടെ എന്തോ ചെയ്ത് ഫുഡും വെച്ചു. പട്ടി ദൂരെ ഇരിക്കുന്നതേ ഉള്ളൂ, ബെല്ലും അടിച്ച് ഫുഡും വെച്ചു. പക്ഷെ അന്നേരം എന്തോ ചെയ്തു? ഈ ഫുഡ് കണ്ടത് കൊണ്ട് പട്ടിയുടെ വായിക്കൂടെ എന്തോ വന്നു? ഉമിനീര് വന്നു. മനസ്സിലായോ? ഡോഗ് സലൈവ. അതിന് ഇങ്ങനെ എഴുതിക്കോ, ബെൽ പ്ലസ് ഫുഡ് ഈസ് ഇക്വൽ ടു ഡോഗ് സലൈവ, അല്ലെങ്കിൽ ഉമിനീര്. ബെൽ പ്ലസ് ഫുഡ് ഈക്വൽ ടു ഡോഗ് സലൈവ. ബെൽ ഈസ് ഈക്വൽ ടു ബെൽ പ്ലസ് ഫുഡ്, ബെല്ലും അടിച്ച് ഫുഡും വെച്ചു. അപ്പൊ എന്തോ ചെയ്തു? ഡോഗിന്റെ സലൈവ. ഇനി അടുത്ത് എഴുതി കഴിഞ്ഞോ? ഇല്ല. ഓക്കെ, അത്രേ ഉള്ളൂ. ഞാൻ അടുത്തത് പറയാൻ വേണ്ടിയാണ്. ബെൽ പ്ലസ് ഫുഡ് ഈക്വൽ ടു ഡോഗ് സലൈവ. രണ്ടാമത് പുള്ളി പരീക്ഷണം ചെയ്തതെന്ന് വെച്ചാൽ, ബെല്ലും ഫുഡും കാണിച്ചപ്പം പട്ടിയുടെ വായിൽ നിന്ന് ഉമിനീര് വന്നു. രണ്ടാമത് എന്തോ ചെയ്യുന്നു? ഫുഡ് വെച്ചില്ല. ആ ഒരു കൃത്യസമയമൊക്കെ ആകുമ്പോഴത്തേക്ക് എന്തോ ചെയ്തു? ബെല്ല് മാത്രം അടിച്ചു. ബെല്ല് അടിച്ചപ്പോഴത്തേക്ക് എന്നെ പട്ടിയുടെ വായിക്കൂടെ എന്തോ വന്നു? ഉമിനീര് വന്നു. അതായത് ബെൽ ഈക്വൽ ടു ഡോഗ് സലൈവ. ആദ്യം നമ്മൾ പഠിച്ച ബെൽ പ്ലസ് ഫുഡ് ഈക്വൽ ടു ഡോഗ് സലൈവ. രണ്ടാമത്തത് ബെൽ ഈക്വൽ ടു ഡോഗ് സലൈവ.
പിന്നെ നമ്മൾ പഠിക്കാൻ ആ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ തന്നെ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ആയിട്ട് നമുക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് ലേണിംഗ് ഹാപ്പൻസ് ത്രൂ അസോസിയേഷൻ ബിറ്റ്വീൻ ടു സ്റ്റിമുലൈ. അതായത് അതെങ്ങനെയാണ് അവിടെ ലേണിംഗ് ആ പട്ടി മനസ്സിലാക്കിയത് എങ്ങനെയാണ്? രണ്ട് സ്റ്റിമുലസ്, രണ്ട് പ്രേരകങ്ങളുടെ അസോസിയേഷൻ വഴിയാണ് അതിന് സ്റ്റിമുലേ ഉണ്ടായത്. മനസ്സിലായോ? ഒന്നുകൂടെ പറഞ്ഞു. അതായത് മലയാളത്തിൽ പറഞ്ഞാൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നത് രണ്ട് പ്രേരണകളുടെ ബന്ധത്തിലൂടെയാണ് പഠിക്കുന്നത്. രണ്ട് പ്രേരണകളുടെ, ബെല്ലും വെച്ചു ഫുഡും വെച്ചു. അപ്പൊ രണ്ട് പ്രേരണകൾ ഉണ്ടായപ്പോഴാണ് അതിന് റെസ്പോൺസ് വന്ന് അതൊരു പുതിയ ബിഹേവിയർ പഠിക്കാനായിട്ട് ശ്രമിച്ചത്. അതാണ് ക്ലാസിക്കൽ കണ്ടീഷൻ. മനസ്സിലായോ? ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം, മനസ്സിലായില്ലെങ്കിൽ. ഒന്നുകൂടെ പറഞ്ഞു. അതായത് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങില് ഇവാൻ പാവലോവ് ഒരു പട്ടിയിൽ നടത്തിയ പരീക്ഷണം ആദ്യം എന്ത് ചെയ്ത്, അതിന്റെ പ്രതികരണം അറിയുന്നതിന് വേണ്ടി എന്ത് ചെയ്തു, ബെല്ലും അടിച്ചു ഫുഡും വെച്ചു. ഫുഡും അടിച്ച് ആദ്യത്തെ ദിവസമൊന്നും അതിനിങ്ങനെ എന്താ പറയുന്നേ, ബെല്ലും ഫുഡും അടിക്കുമ്പോഴേ ഉമിനീരൊന്നും വരത്തില്ല. കുറേ ദിവസങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അന്നേരമാണ് ബെല്ലും വെച്ച് ഫുഡും, ബെല്ലും അടിച്ച് ഫുഡും വെച്ചപ്പോഴത്തേക്ക് എന്താ ചെയ്ത് അതിന്റെ വായിൽ കൂടെ ഉമിനീര് വന്നു. അപ്പൊ അങ്ങനെ പ്രാക്ടീസ് ചെയ്തപ്പോഴത്തേക്ക് അതിന് ആ പിന്നെന്തോ ചെയ്തു, ഇത് അതിനതങ്ങ് ശീലമായി. രണ്ടാമത് പിന്നെന്തോ ചെയ്തു, പുള്ളി എന്തോ ചെയ്തു, ഫുഡ് അങ്ങ് മാറ്റിയിട്ട് ബെല്ല് മാത്രം അടിച്ചു. ബെല്ലടിച്ചപ്പോഴത്തേക്കും പട്ടിക്ക് മനസ്സിലായി എനിക്ക് കിട്ടാനുള്ള ഫുഡിനുള്ള ബെല്ലാണ് ഈ അടിക്കുന്നതെന്ന് മനസ്സിലായി. അതിന്റെ വായിൽ കൂടെ എന്തോ ചെയ്തു, സലൈവ, ഉമിനീര് വന്നു. അതാണ് കണ്ടീഷനിങ്. ക്ലാസിക്കലായിട്ട് നടത്തുന്ന ഒരു കണ്ടീഷനിങ്ങിൽ കൂടെ അതിന്റെ ബിഹേവിയറിൽ വന്ന ഒരു മാറ്റമാണ് ഇവിടെ നമ്മൾ പഠിച്ചത്. കണ്ടീഷൻ ചെയ്ത് പഠിപ്പിക്കുക. മനസ്സിലായോ? ആ ബിഹേവിയറിലെ ചേഞ്ച് നമുക്ക് ആ തിയറി ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ? കണ്ടീഷൻ ചെയ്ത് പഠിപ്പിച്ചു. ആദ്യം ബെല്ലും വെച്ചു ഫുഡും വെച്ചു, രണ്ടാമത് ബെല്ലും അടിച്ചപ്പോഴത്തേക്ക് അതിന്റെ ഫുഡിന് വേണ്ടിയാണ് അത് ബെല്ലടിച്ചതെന്നുള്ള കണ്ടീഷനിലേക്ക് പട്ടിയെ അല്ലെങ്കിൽ നായയെ കൊണ്ടെത്തിച്ചു. രണ്ടാമത്തത് ഇനി അടുത്ത തിയറി എന്തോ മനസ്സിലായില്ലേ? ഇനി ഒന്നുകൂടെ പറയണോ? മനസ്സിലായി. ഇനി അടുത്ത തിയറി ഇത്രേ ഉള്ളൂ. ഇത് മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പട്ടിക്ക് ആ ഒരു കാര്യം, അത് അതിന്റെ രണ്ട് സ്റ്റിമുലകളിൽ കൂടെ, രണ്ട് പ്രചോദനങ്ങൾ കൊടുത്തതിൽ കൂടെ എന്തോ ചെയ്തു, പ്രേരണകൾ കൊടുത്തതിൽ കൂടെ എന്തോ ചെയ്തു, അതിന് മനസ്സിലാക്കിയെടുത്തു. അത് ലേണിംഗ് ത്രൂ അസോസിയേഷൻ ബിറ്റ്വീൻ ടു സ്റ്റിമുലൈ, രണ്ട് സ്റ്റിമുലകളിൽ കൂടെ അത് പഠിക്കാനായിട്ട് ശ്രമിച്ചു. രണ്ടാമത്തതാണ് ഒപ്പേരന്റ് കണ്ടീഷനിങ്. OPERANT. OPERANT. ഒപ്പേരന്റ് കണ്ടീഷനിങ്. CONDITIONING. ഇനി ഇതിന്റെ സ്പെല്ലിംഗ് എഴുതിയോ എല്ലാരും? ഒന്നുകൂടെ പറയണോ? OPERANT. അടുത്തത് CONDITIONING. ഇനി ഈ തിയറിയുടെ ഉപജ്ഞാതാവാണ് BF സ്കിന്നർ. B.F. സ്കിന്നർ. SKINNER. SKINNER. സ്കിന്നർ. ഇത് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവുന്ന കാര്യമാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നമ്മൾ പിള്ളേരുടെ അടുത്ത് ചെയ്യുന്ന കാര്യമാണ്. അതായത് ലേണിംഗ് ഹാപ്പൻസ് ത്രൂ റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്സ്. അതായത് ഒപ്പേരന്റ് കണ്ടീഷനിങ് എന്നത് റിവാർഡ്, അതായത് ബഹുമതിയും പണിഷ്മെന്റ്, ശിക്ഷയും ഉപയോഗിച്ച് പെരുമാറ്റം പഠിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ പഠിക്കുന്നതാണ് ഒപ്പേരന്റ് കണ്ടീഷനിങ്. ഞാൻ മലയാളത്തിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒപ്പേരന്റ് കണ്ടീഷനിങ് എന്നത് റിവാർഡ് അല്ലെങ്കിൽ ബഹുമതി, പണിഷ്മെന്റ്
അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ ശിക്ഷയും ഉപയോഗിച്ച് പെരുമാറ്റം പഠിക്കുന്നതാണ്. പറയണോ ഒന്നുകൂടെ? മനസ്സിലായി. പറയണോ? ഒന്നുകൂടെ പറഞ്ഞു. അതായത് ഒപ്പേരന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത് റിവാർഡ് ബ്രാക്കറ്റിൽ ബഹുമതി, പണിഷ്മെന്റ് ബഹുമതിയും പണിഷ്മെന്റ് ശിക്ഷയും ഉപയോഗിച്ച് പെരുമാറ്റം പഠിക്കുന്നതാണ്. അത് നല്ലതാണോ? അത് പുള്ളി കണ്ടുപിടിച്ചത്. അത് ഞാൻ ബാക്കി പറയാം. അതിന്റെ 2 ടൈപ്പ് ഉണ്ട്. അതിനകത്ത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. നല്ലതാണോ ചീത്തയാണോ നമുക്കിനി താഴോട്ട് വരുമ്പോൾ പഠിക്കാം. അതിനകത്ത് ഒന്നാമത്തതാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ഒപ്പേരന്റ് കണ്ടീഷനത്തിലെ 2 ടൈപ്പിൽ ഒന്നാമത്തെയാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. അതായത് പോസിറ്റീവായിട്ട് അവരെ ഫോഴ്സ് ചെയ്യുന്ന ഒരു ബലം, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. പോസിറ്റീവ് അറിയാലോ, POSITIV. റീഇൻഫോഴ്സ്മെന്റ് REINFORCEMENT. RENFORCEMENT. അപ്പൊ അതിനകത്ത് മനസ്സിലാകുന്നത് റിവാർഡ് നൽകുന്നത് ബിഹേവിയർ, നല്ല സ്വഭാവം വർദ്ധിക്കുന്നു. റിവാർഡ് നൽകുമ്പോൾ നല്ല സ്വഭാവം ഉണ്ടാകും. അതായത് നമ്മൾ ചില കുട്ടികളെ പറഞ്ഞ് പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, നിനക്ക് നല്ല മാർക്ക് കിട്ടിയാൽ നിനക്ക് ഇന്ന സമ്മാനം വാങ്ങിച്ചു തരാമെന്ന്. അതാണ് ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. മനസ്സിലായോ? ഒന്നാമത്തെ ടൈപ്പ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ഇനി രണ്ടാമത്തെയാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. അതായത് അൺപ്ലസന്റ് തിങ് റിമൂവ് ചെയ്യുന്നു. സന്തോഷമുള്ള കാര്യങ്ങൾ നമ്മൾ റിമൂവ് ചെയ്യും. നമ്മൾ സാധാരണ പിള്ളേരോട് എന്തോ പറയുന്നേ, നീ ഇത്ര സമയം ഇരുന്ന് പഠിച്ചാൽ, അല്ലെങ്കിൽ എന്തോ പറയും, നീ ഹോംവർക്ക് ചെയ്യാതിരുന്നാൽ നിനക്ക് എന്താ ചെയ്യത്തില്ല, ഫോൺ പറയത്തില്ലേ, ഫോൺ കൊടുക്കത്തില്ല എന്ന് പറയത്തില്ലേ നമ്മൾ പിള്ളേരോട്. നീ ഹോംവർക്ക് ചെയ്തില്ല എങ്കിൽ, അല്ലെങ്കിൽ നീ പഠിച്ചില്ല എങ്കിൽ നിനക്ക് ഫോൺ ഉപയോഗിക്കാനായിട്ട് തരത്തില്ല, അങ്ങനെ നമ്മൾ പറയും. അതുപോലെ ഹോംവർക്ക് ചെയ്തില്ല എങ്കിൽ, എന്നിട്ട് നമ്മൾ വേറൊരു തരത്തിൽ കൊടുക്കാം, ഹോംവർക്ക് നീ വൃത്തിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വന്നാൽ ഞാൻ നിന്നെ ഇനി മേലാൽ വഴക്ക് പറയത്തില്ല. അതൊരു നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. അതായത് പണിഷ്മെന്റ് നമ്മൾ കൊടുത്തുകൊണ്ട് അവരുടെ തെറ്റ് ചെയ്താൽ ശിക്ഷ കൊടുക്കുന്നു. അതാണ് അതിനകത്ത് ഉദാഹരണം. തെറ്റ് ചെയ്താൽ ശിക്ഷ കൊടുക്കുന്നു. അതാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. പക്ഷെ അത് ചില കുട്ടികളിൽ അതൊരു നെഗറ്റീവായിട്ട് അത് ബാധിക്കും, അവരുടെ ബിഹേവിയറിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത് പോസിറ്റീവ് ആണെങ്കിൽ പോലും നമ്മൾ പോസിറ്റീവായിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ ചില കുട്ടികളിൽ കാണുന്ന ഒരു സ്വഭാവം, എനിക്ക് ആ സാധനം അല്ലെങ്കിൽ എനിക്ക് അമ്മ പറഞ്ഞു തന്ന ആ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി മാത്രം അവര് പഠിക്കും. അല്ലാതെ പഠിക്കാനുള്ള താല്പര്യത്തിലല്ല അവർ പഠിക്കുന്നത്, എനിക്ക് ആ ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടി അവര് പഠിക്കും. ആ പരീക്ഷയെ സംബന്ധിച്ച് അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു റീഇൻഫോഴ്സ്മെന്റ് ആണ്. എന്നാൽ അവരുടെ ബിഹേവിയറിൽ ഇങ്ങനെ ഒരു കുഴപ്പം കൂടെ ഉണ്ട്, ആ ഗിഫ്റ്റിന് വേണ്ടിയുള്ള ഒരു പെരുമാറ്റം അവർ മാറ്റും. ഇതിനകത്ത് ഒപ്പാരന്റ് കണ്ടീഷനിങ്ങിനകത്ത് 2 ടൈപ്സ് ആണ്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റും ഉണ്ട്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ബഹുമതികൾ കൊടുക്കുമ്പോൾ ചിലർക്ക് സംബന്ധിച്ച് നല്ലതാണ്. ബഹുമതികൾ കൊടുക്കുമ്പോൾ അവർക്ക് കൂടുതൽ വർക്ക് ചെയ്യാനായിട്ട്, മുതിർന്നവരെ സംബന്ധിച്ച് ബഹുമതികൾ കൂടുമ്പോൾ വീണ്ടും വർക്ക് ചെയ്യാനായിട്ട് അവര് ശ്രമിക്കും. അംഗീകാരം കിട്ടുമ്പോൾ
നമ്മൾ അംഗീകരിക്കപ്പെടുന്നു എന്നൊരു തോന്നൽ വരുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം ഉണ്ടായി നമ്മൾ വീണ്ടും വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. അടുത്തതാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. നമ്മൾ പറഞ്ഞു ചിലരെ വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങളിലോട്ട് പോകുമ്പോൾ, ഒരു മിനിറ്റ് ഞാൻ പിന്നെ വിളിക്കാമേ, ഞാനില്ല ക്ലാസ് എടുത്തോണ്ടിരിക്കാം. മനസ്സിലായോ ഈ രണ്ടെണ്ണം? നിങ്ങൾക്ക് ഈ തിയറി പ്രയാസമായിട്ടാണോ തോന്നുന്നത്? ആരും ഒന്നും മിണ്ടുന്നില്ല. നല്ല മനസ്സിലാവുന്നുണ്ട് മിസ്. ഓക്കെ ഓക്കെ. തിയറിക്കകത്ത് പിന്നെ ഒന്നും എനിക്ക് മാറ്റാനും ഒന്നും പറ്റത്തില്ലല്ലോ. കോമഡി ഒന്നും പറയാൻ വേണ്ടി ഒന്നും ഇല്ല. നല്ല ക്ലാസ്. കുഴപ്പമില്ല, നല്ല കുഴപ്പമില്ല, മനസ്സിലാവുന്നു. ഓക്കെ. അടുത്തതാണ് ലോ ഓഫ് എഫക്റ്റ്. മൂന്നാമത്തെ മൂന്നാമത്തെ എന്നതാ? ലോ LAW ലോ ഓഫ് എഫക്റ്റ്. എഫക്റ്റ്, ലോ ഓഫ് എഫക്റ്റ്. ഇനി ഇത് കണ്ടുപിടിച്ച ആളാണ് തോണ്ടേക്ക്. THORNDIKE. പുള്ളിയുടെ സയന്റിസ്റ്റിന്റെ പേരാണ്, സൈക്കോളജിസ്റ്റിന്റെ പേരാണ് തോണ്ടേക്ക്. THORNDIKE. അതായത് നമുക്ക് ഏതൊരു കാര്യത്തിന് നല്ല എഫക്റ്റ് കിട്ടുമ്പോൾ നമ്മൾ നന്നായിട്ട് പ്രവർത്തിക്കും. സന്തോഷമുള്ള കാര്യങ്ങളാവുമ്പോൾ നന്നായിട്ട് പ്രവർത്തിക്കും. അതാണ് ലോ ഓഫ് എഫക്റ്റ്. നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന പോലെ നമ്മൾ ഏതൊരു നല്ല കാര്യവും അട്രാക്ട് ചെയ്തെടുക്കുവാണെങ്കിൽ ആ നല്ലതിനെ മാത്രം അട്രാക്ട് ചെയ്യും. നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നെഗറ്റീവ് കാര്യത്തെ അട്രാക്ട് ചെയ്യും എന്ന് പറയുന്നത് പോലെ അതിന്റെ ഒരു നിയമം അനുസരിച്ച് നമ്മുടെ ബിഹേവിയേഴ്സ് ഫോളോഡ് ബൈ പ്ലസന്റ് റിസൾട്ട്സ് ആർ റിപ്പീറ്റഡ്. അതായത് നല്ല ഫലം ലഭിക്കുന്ന പെരുമാറ്റം വീണ്ടും ആവർത്തിക്കപ്പെടും. ഇല്ലേ? നല്ല ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പറയാമോ? ഞാൻ പറയാം. നല്ല ഫലം ലഭിക്കുന്ന പെരുമാറ്റം വീണ്ടും ആവർത്തിക്കപ്പെടും. നല്ല ഫലം ലഭിക്കുന്നത്, നല്ലതായിട്ടൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ കുട്ടിയേലും വലിയൊരാളേലും നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കും. അവര് നല്ലതായിട്ട് ചെയ്തിട്ടും മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരത് ചെയ്യാനായിട്ട് ശ്രമിക്കത്തില്ലല്ലോ. ഇല്ല. അപ്പൊ അതാണ് ലോ ഓഫ് എഫക്റ്റ്. നല്ല ഫലം ലഭിക്കുന്ന പെരുമാറ്റം വീണ്ടും ആവർത്തിക്കും. ഇനി അതിന്റെ പ്രിൻസിപ്പിൾസ് ഒക്കെ, പ്രധാനപ്പെട്ട ആശയങ്ങൾ നമ്മൾ ഈ പറഞ്ഞതിനകത്ത് പ്രധാനപ്പെട്ട ആശയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബിഹേവിയറൽ തിയറിയിൽ ഒന്നാമത്തത് ബിഹേവിയർ ഈസ് ലേൺഡ്. അതായത് പെരുമാറ്റം പഠിക്കപ്പെടുന്നതാണ്. നമ്മൾ ജനിക്കുമ്പോഴേ നമ്മൾ പെരുമാറ്റം പഠിച്ചോണ്ടാണോ വരുന്നത്? അല്ല. അപ്പൊ നമ്മൾ ഈ തിയറിയിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പെരുമാറ്റം പഠിക്കപ്പെടുന്നതാണ്. നമ്മൾ പഠിച്ചെടുക്കുന്നതാണ് പെരുമാറ്റം. ഒരു വീട്ടിൽ ജനിച്ച എല്ലാവരുടെയും സ്വഭാവം പെരുമാറ്റം ഒരുപോലല്ല എന്ന് പറഞ്ഞാൽ പെരുമാറ്റം പഠിക്കപ്പെടുന്നതാണ്. ബിഹേവിയർ ഈസ് ലേൺഡ്. ഇറ്റ് ഷുഡ് ബി ബിഹേവിയർ ഈസ് ലേൺഡ്. LEARNED. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പരിസ്ഥിതി പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നു. അതായത് പരിസ്ഥിതി എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുപാടുകള്, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങള്, എല്ലാവരും എന്ത് ചെയ്യുന്നു? നമ്മുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നു. എൻവയോൺമെന്റ് എന്ന് ഉദ്ദേശിച്ചത് അതാണ്. അതായത് എൻവയോൺമെന്റ് കൺട്രോൾസ് ബിഹേവിയർ. എൻവയോൺമെന്റ് കൺട്രോൾസ് ബിഹേവിയർ. അതാണ് രണ്ടാമത്തെ പോയിന്റ്. അതായത് പരിസ്ഥിതി പെരുമാറ്റത്തെ സ്വാധീനിക്കും.
ഇനി അടുത്ത പല കാര്യങ്ങളും നമ്മൾ ഒബ്സർവ് ചെയ്ത് പഠിക്കാറുണ്ടല്ലോ. അതായത് കാണാൻ കഴിയുന്ന പ്രവർത്തനങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. കാണാൻ കഴിയുന്ന പ്രവർത്തനങ്ങളിൽ കൂടുതൽ ആണ് കാണാൻ കഴിയുന്ന പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഒരു മിനിറ്റ്. കേൾക്കുന്നുണ്ടോ? ഉണ്ട്. ഉണ്ട്. മൂന്നാമത്താണ് കാണാൻ കഴിയുന്ന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതായത് ഫോക്കസ് ഓൺ ഒബ്സർവബിൾ ആക്ഷൻസ്. ഫോക്കസ് ഓൺ ഒബ്സർവബിൾ ആക്ഷൻസ്. FOCUS ഫോക്കസ് ഓൺ ഒബ്സർവബിൾ, നിരീക്ഷിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ. OBSERVABL ഒബ്സർവബിൾ ആക്ഷൻസ്. ഇനി അടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലേണിംഗ് ത്രൂ കണ്ടീഷനിങ്, അതായത് കണ്ടീഷനിങ് വഴി പഠനം. കണ്ടീഷൻ ചെയ്ത് കുറെ കാര്യങ്ങൾ. ഒബ്സർവേഷൻ അല്ലല്ല, ഫോക്കസ് ഓൺ ഒബ്സർവബിൾ ആക്ഷൻസ്, നിരീക്ഷിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ. ലേണിംഗ് ത്രൂ കണ്ടീഷനിങ്. എഴുതിയോ? 4 എണ്ണമാണ് നമ്മൾ ഇതിനകത്ത് പഠിച്ചത്. ഒന്നാമത്തത് പെരുമാറ്റം പഠിക്കപ്പെടുന്നതാണ്, അതായത് ബിഹേവിയർ ഈസ് ലേൺ. അടുത്ത പരിസ്ഥിതി പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നു, രണ്ടാമത്തത്. അതായത് എൻവിയോൺമെന്റ് കൺട്രോൾസ് ബിഹേവിയർ. മൂന്നാമത് നമ്മൾ പഠിച്ച് കാണാൻ കഴിയുന്ന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും, അതായത് ഫോക്കസ് ഓൺ ഒബ്സർവബിൾ ആക്ഷൻസ്. മൂന്നാമത്തത് ലേൺ ത്രൂ കണ്ടീഷനിങ്. ലേണിംഗ് ത്രൂ കണ്ടീഷനിങ്, കണ്ടീഷനിങ് വഴി പഠനം. അത് നമ്മൾ ഓർത്താൽ മതി, ഇവാൻ പാവലോവിന്റെ നായക്കുട്ടിയിലുള്ള പരീക്ഷണം. നമ്മളും പല പല കണ്ടീഷനിങ്ങുകൾ വെച്ച് പഠിപ്പിക്കാറില്ലേ? അപ്പൊ ആലോചിച്ച് നോക്കിയേ, നമ്മൾ വീടുകളിലൊക്കെ കാണിക്കുന്ന കണ്ടീഷനിങ്. ഇനി ഈ തിയറിയുടെ നമ്മൾ ആദ്യ കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ആശയങ്ങളാണ് നമ്മളിപ്പോ 4 എണ്ണം പഠിച്ചത്. ഇനി ഇത് എവിടൊക്കെ ഈ തിയറി പ്രയോഗിക്കാമെന്നുള്ളതാണ്. അതായത് പ്രയോഗിക്കാൻ പറ്റുന്നത് എഡ്യൂക്കേഷൻ മേഖലയിൽ, അതായത് റിവാർഡ് സിസ്റ്റം വെച്ച് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കത്തില്ലേ? കുട്ടികളെല്ലാം ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് എന്തിനു വേണ്ടിയാ? ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ പറഞ്ഞ ഈ 4 പോയിന്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ബിഹേവിയർ തിയറി എന്നായിരുന്നു അതിന്റെ? അങ്ങനെയല്ല, കീ പ്രിൻസിപ്പിൾസ്, ഇതിന്റെ പ്രധാന സിദ്ധാന്തങ്ങൾ. ഓക്കെ താങ്ക് യു. ഇനി അടുത്താണ് ആപ്ലിക്കേഷൻസ്. അത് വേർ വി ക്യാൻ അപ്ലൈ ദിസ് തിയറി എന്നാണോ പറയണ്ടേ? അതെ അതെ. അഞ്ചാമത്തെ പോയിന്റ് ആണ്. അല്ലല്ല, നമ്മൾ ഇത് പറഞ്ഞത് അതിന്റെ പ്രിൻസിപ്പിൾ ആയിട്ട് കീ പ്രധാനപ്പെട്ട കോർ, അതിന്റെ ആശയങ്ങൾ, കോർ ഐഡിയസ് ആണ് അതിൽ പറഞ്ഞത്. ഇനി അടുത്തത് ഇത് നമ്മൾ എവിടൊക്കെ തലത്തിൽ ഇത് ഉപയോഗിക്കാമെന്നുള്ളത്, ആപ്ലിക്കേഷൻസ്. ഒന്നാമത് നമ്മൾ എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഇത് ഉപയോഗിക്കാം. രണ്ടാമത് പേരന്റിങ്ങിൽ എന്ത് ചെയ്യാം? മാതാപിതാക്കൾക്ക് കുട്ടികളെടുത്ത് പറയുന്ന കാര്യങ്ങളില്ലേ, നീ മൊബൈലിന്റെ കാര്യം ഞാൻ എക്സാമ്പിൾ പറഞ്ഞില്ലേ, അതുപോലെ അത് മാത്രമല്ല, പേരന്റിങ്ങിൽ തന്നെ റിവാർഡ് ഏറ്റവും കൂടുതൽ വീടുകളിലാണ് നമ്മൾ ചെയ്യുന്ന കുട്ടികളോട്. കുട്ടികളോട് പറയത്തില്ല, നീ ഇതെല്ലാം ചെയ്തു വെച്ചാൽ വൈകുന്നേരത്ത് വരുമ്പോൾ നിനക്ക് ഇന്ന സാധനം ഞാൻ മേടിച്ചുകൊണ്ട് വരാം. ഒന്നാമത് വിദ്യാഭ്യാസത്തിൽ ഉപയോഗിക്കുന്നു, രണ്ടാമത് മാതൃപിതൃ പരിശീലനത്തിൽ ഉപയോഗിക്കുന്നു, പിന്നെയാണ് നമ്മളുടെ തെറാപ്പി, കൗൺസിലിങ്ങിലൊക്കെ ഇത് ഉപയോഗിക്കാം. പിന്നെ ജോലി സ്ഥലത്ത്. ഇനി നിങ്ങൾ പറഞ്ഞ ലാസ്റ്റ് ആയിട്ട് നമുക്ക് എവിടെ ഉപയോഗിക്കാന്ന്?
ഞാൻ ഇന്ന് ഇതിനകത്ത് ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഒരു കണ്ടീഷനിങ് പറഞ്ഞില്ലേ. ആരെ കണ്ടീഷൻ ചെയ്യുന്ന കാര്യം നമ്മൾ പഠിച്ചത്? ഇല്ല. കുട്ടികളെ. എല്ലാരെയായിരുന്നോ? നമ്മൾ നായക്കുട്ടിയെ കണ്ടീഷൻ ചെയ്തില്ലേ ബെല്ലടിച്ച്? ഉം. ആ അപ്പൊ പട്ടികളെ, ഈ മൃഗങ്ങളെ പരിപാലിക്കുന്നവര് അനിമൽസിന്റെ പരിശീലനത്തിന് വേണ്ടി ഈ കണ്ടീഷനിങ് ഉപയോഗിക്കാം. അനിമൽ ട്രെയിനിങ്ങിന് വളയത്തിൽ കൂടെ ചാടാനും അല്ലാതെ ചാടാനും ഒക്കെ പല ടെക്നിക്കുകൾ കാണിച്ചായിരിക്കുമല്ലോ അവർ പഠിപ്പിക്കുന്നത്. പിന്നെ ഇതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ സയന്റിഫിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കും. അതായത് ശാസ്ത്രീയമായി പഠിക്കാൻ കഴിയുന്നു. പിന്നെ ബിഹേവിയർ മാറ്റാനായിട്ട് സഹായിക്കുന്നു. ഇപ്പൊ പട്ടിയുടെ തന്നെ ബിഹേവിയർ മാറ്റാൻ പറ്റിയില്ലേ? അത് നേരത്തെ വിളിച്ചാലായിരുന്നു വന്നുകൊണ്ടിരുന്നെങ്കിൽ നമ്മൾ ഭക്ഷണം വെച്ചിട്ട് പട്ടിക്കുട്ടിയെ പേര് വിളിച്ച് വരുത്തണമായിരുന്നെങ്കിൽ ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ എന്തോ ചെയ്താൽ മതി, ബെല്ലടിച്ചാൽ പട്ടിക്കുട്ടി നമ്മുടെ അടുത്ത് വരും. അപ്പം പെരുമാറ്റം മാറ്റാനായിട്ട് സാധിക്കും. എന്നാൽ ഇതിന് കുറെ ലിമിറ്റേഷൻസും ഈ തിയറിക്കകത്തുണ്ട്. അതിന്റെ ലിമിറ്റേഷൻസിനകത്ത് ഒന്നാമത്തെ, ഒരു മനസ്സ് പരിഗണിക്കുന്നില്ല. അതായത് ഒരു ഫീലിങ്സ് ഒന്നും ഈ ഒരു തിയറിക്കകത്ത് പഠിക്കുന്നില്ല. നമ്മൾ ഇത്രയും 2 ദിവസം പഠിച്ച തിയറിക്കകത്തും കൂടുതൽ എന്തുവായിരുന്നു പഠിച്ചിരുന്നത്? ഫീലിങ്സ് ആയിരുന്നു. അഡോളസൻസിന്റെയും വലിയവരുടെയും. ആദ്യത്തേനകത്ത് നമ്മൾ അഡോളസൻ ഇന്ന പ്രായം വരെയുള്ള, രണ്ടാമത്തേനകത്ത് നമ്മൾ ജീവിതകാലം മുഴുവനുമുള്ള മനസ്സിന്റെയും ഒക്കെയുള്ള കുറെ കാര്യങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. പക്ഷെ ഈ തിയറിയിൽ നമ്മൾ എന്തെങ്കിലും മനസ്സിനെ കുറിച്ച് പഠിച്ചോ? ഇല്ല, ഒന്നും പഠിച്ചില്ല. അപ്പം അങ്ങനെയുള്ള ഫീലിങ്സ് ഒന്നും ഈ ഒരു തിയറിക്കകത്ത് അപ്ലൈ ചെയ്യുന്നില്ല. പിന്നെ രണ്ടാമത്, മനുഷ്യനെ ഒരു മെഷീനെ പോലെയല്ലേ കാണുന്നത് ഇവിടെ. എല്ലാം കണ്ടീഷനിങ് വെച്ച് നടക്കുമ്പം യാന്ത്രികമായിട്ടുള്ള ഇടപാടുകളാണ് ഇതിൽ പഠിച്ചത്. എന്നാൽ മൂന്നാമത് നമുക്ക് പഠിക്കുന്ന എല്ലാ പെരുമാറ്റവും നമുക്ക് വിശദീകരിക്കാനായിട്ട് കഴിയുന്നില്ല. രണ്ടാമത്തെ എന്തുവായിരുന്നു? ഒന്നാമത്തത് പഠിച്ചത് മനസ്സ് പരിഗണിക്കുന്നില്ല. രണ്ടാമത് ഒരു മെഷീൻ പോലെ, മനുഷ്യനെ ഒരു മെഷീൻ പോലെയാണ് പരിഗണിക്കപ്പെടുന്നത്. മൂന്നാമത്, എല്ലാ പെരുമാറ്റങ്ങളും നമുക്ക് വിശദീകരിക്കാനായിട്ട് കഴിയില്ല. എല്ലാവരുടെയും എല്ലാ പെരുമാറ്റവും ഏതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് വിശദീകരിക്കാൻ പറ്റത്തില്ല. 3 എണ്ണമാണോ ഉള്ളത്? 3 എണ്ണം. മൂന്നാമത്തേത് എല്ലാ പെരുമാറ്റവും വിശദീകരിക്കാൻ കഴിയില്ല. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. ഇന്നിപ്പോ നിങ്ങൾ എല്ലാരും പത്രത്തിൽ വായിച്ചില്ല, മൂന്നാമത്തത് എല്ലാ പെരുമാറ്റവും വിശദീകരിക്കാൻ കഴിയില്ല. ഒന്നാമത്തത് ഒന്നാമത് മനസ്സിനെ പരിഗണിക്കുന്നില്ല. ഇന്നിപ്പോ ഞാൻ പറയട്ടെ, എല്ലാ പെരുമാറ്റവും മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇന്ന് നിങ്ങൾ എല്ലാരും പത്രം വായിച്ചു കാണും, അല്ലെങ്കിൽ ഇന്നലെ മൊബൈലിൽ കൂടെ കണ്ടു കാണും. രാവിലെ ചായ കൊടുക്കാത്തതിന് അമ്മായിയമ്മ മരുമകളെ വെട്ടിക്കൊന്നു. അപ്പൊ ഇതൊരു സത്യത്തിൽ നമ്മുടെ ഈ ബിഹേവിയറൽ തിയറിയായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം തന്നെയല്ലേ. ഇന്ന് നമ്മൾ ആ സ്ത്രീ അവിടെ കിടന്നുറങ്ങിയത് അവര് ചിലപ്പോൾ ക്ഷീണിച്ചിട്ടായിരിക്കും ഉറങ്ങിയത്. അപ്പൊ ആ സ്ത്രീയുടെ മനസ്സ് അല്ലെങ്കിൽ മാനസികാവസ്ഥയെ മറ്റേ അമ്മായിയമ്മ എന്ന സ്ത്രീ പരിഗണിച്ചോ? ഇല്ല. പരിഗണിച്ചു. പിന്നെ മനുഷ്യൻ ഒരു മെഷീനായിട്ട് കണ്ടുകാണ്. രാവിലെ 6 മണിക്ക് എനിക്ക് ചായ തരണമെന്നുണ്ടെങ്കിൽ ചായ തന്നേ പറ്റൂ. പിന്നെ എല്ലാ പെരുമാറ്റവും വിശദീകരിക്കാൻ പറ്റത്തില്ല. ആ അമ്മാവിയമ്മ അങ്ങനെ പെരുമാറുമെന്ന് അല്ലെങ്കിൽ ആരെങ്കിലും സ്വപ്നത്തിൽ ചിന്തിച്ചാണോ? ഒരിക്കലും ചിന്തിച്ചാണോ? അതാ പറഞ്ഞ്, നമ്മൾ ഇന്ന് പഠിച്ച ബിഹേവിയറിനെ പറ്റിയ എക്സാമ്പിൾ ആണ് ഇന്നലെ നടന്നത്. അതായത് ആരുടെയും പെരുമാറ്റത്തെ നമുക്ക് ഒരിക്കലും വിശദീകരിക്കാനായിട്ട് പറ്റും. ഈ പറയുന്ന ഈ നിമിഷം ഞാൻ ഇവിടെ ഇരിക്കുന്ന ഞാനും, എനിക്ക് എന്ത് സ്റ്റിമുലസാ റെസ്പോൺസാ എനിക്കിപ്പോ ഇവിടെ ഉണ്ടാകുന്നതിനനുസരിച്ച് ഞാൻ ഏത് രീതിയിലാ പ്രതികരിക്കുന്നതെന്ന് നമുക്ക് പെരുമാറ്റത്തെ പ്രവചിക്കാനായിട്ട് പറ്റില്ല. എന്തോ
ഇനി നമുക്ക് അന്നേരം ഇതിനകത്ത് നമുക്ക് എന്താണ് മനസ്സിലായത്? ബിഹേവിയർ തിയറി എന്തോ പറയാം. ബിഹേവിയറൽ തിയറിയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ്? ഒന്നാമത് നമുക്ക് എന്തോ മനസ്സിലായി, ഇത് ലേൺഡ് ആണ്, നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. പെരുമാറ്റം പഠിക്കപ്പെടുന്നതാണ്. രണ്ടാമത് മനസ്സിലായത് കൺട്രോൾഡ് ആണ്, കൺട്രോളിങ്. കൺട്രോളിങ് ഉണ്ട്. മൂന്നാമത് മനസ്സിലായത് മോഡിഫൈഡ് ആണ്. മോഡിഫൈ. നമ്മൾ വീട്ടിൽ പെരുമാറുന്നത് പോലെയല്ല സ്കൂളിൽ പെരുമാറുന്നത്, അതുപോലെയല്ല ചർച്ചിൽ പെരുമാറുന്നത്, അതുപോലെയല്ല കൂട്ടുകാരുടെ ഇടയ്ക്ക് പെരുമാറുന്നത്. ഓരോരുത്തരുടെ അടുത്തും നമ്മൾ മോഡിഫൈ ചെയ്തുള്ള പെരുമാറ്റമാണ് കാണിക്കുന്നത്. ഇമോഷൻസിനനുസരിച്ച് പെരുമാറുന്നെന്നാണോ? ഇമോഷൻസിനനുസരിച്ച് മാത്രമല്ല, സാഹചര്യങ്ങൾക്കനുസരിച്ച്. സാഹചര്യം. അതല്ലേ നമ്മൾ ആദ്യമേ എൻവയോൺമെന്റ്. ഇമോഷൻ ഇതിനകത്ത് സിറ്റുവേഷൻ ബേസ്ഡ്. സിറ്റുവേഷൻ ബേസ്ഡ് ആണ്. അല്ല, ഇമോഷൻ ഇതിനകത്ത് വരുന്നില്ലല്ലോ. ഇമോഷൻ ഇതിൽ വരുന്നില്ല. അതായത് എൻവയോൺമെന്റുമായിട്ട് അസോസിയേറ്റ് ഉള്ള ഒരു പ്രവർത്തനമാണ്. നമ്മളിപ്പം നമ്മുടെ വീട്ടിലിരിക്കുന്ന സ്വഭാവം ആയിരിക്കത്തില്ല നമ്മൾ കൂട്ടുകാരിയുടെ അടുത്ത് ചെല്ലുമ്പോൾ ആ ഒരു ചുറ്റുപാട്. നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിച്ച് പ്രശ്നത്തിൽ ഇരുന്നായിരിക്കാം വീട്ടിൽ, എന്നാലും കൂട്ടുകാരിയെ കാണുമ്പോൾ നമ്മൾ അതെല്ലാം മറച്ചു വെച്ചിട്ട് ആ എൻവയോൺമെന്റിനനുസരിച്ച് നമ്മൾ ചിരിക്കാനായിട്ട് ശ്രമിക്കുമല്ലോ. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മറന്നിട്ട് നമ്മളവിടെ ചിരിക്കും. അന്നേരം അതായത് ലേൺഡ് ആണ്, കൺട്രോൾഡ് ആണ്, മോഡിഫൈഡ് ആണ്. അതായത് കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ പെരുമാറ്റം പഠിക്കപ്പെടുന്നതും നിയന്ത്രിക്കപ്പെടുന്നതും മാറ്റാവുന്നതുമാണ്. നമുക്ക് നമ്മുടെ ഒരു സ്വഭാവം മാറ്റണമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തെടുത്താൽ നമ്മുടെ ഒരു സ്വഭാവത്തെ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. വേണോന്നും കൂടെ വിചാരിക്കണം. അതിന്റെ ഈ 21 ദിവസത്തിന്റെ പ്രത്യേകത അതിൽ കുറച്ചാൽ പറ്റത്തില്ലേ? 21 ദിവസം അങ്ങനെ ഒരു കണക്കാണ്. പക്ഷെ ഈ 21 ദിവസം അല്ല 50 ദിവസം നമ്മളൊന്ന് ആലോചിച്ച്, നമ്മള് കർത്താവിന്റെ ഈ പീഡാനുഭവ സമയത്തെല്ലാം നമ്മൾ 50 ദിവസം നൊയമ്പെടുക്കും എന്ന് പറയും. ഈ 21ന്റെ ഇരട്ടി നൊയമ്പെടുത്താലും നമ്മൾ തലേന്ന് എന്തോ ചെയ്യുന്നേ? ഞായറാഴ്ച കഴിയുമ്പോഴത്തേക്ക് എന്തോ ഈസ്റ്റർ കഴിയും, ശനിയാഴ്ച രാത്രിയിലെ നമ്മൾ നൊയമ്പ് കയറുന്ന, ഞായറാഴ്ച രാവിലെ മുട്ടയും ബാക്കി സാധനങ്ങളും ഒക്കെ കഴിക്കാനുള്ള കൊതിയോടാണ് നമ്മൾ ഇരിക്കുന്നത്. 21 അല്ല 45 ചില 50 ദിവസം നൊയമ്പെടുത്താലും നമ്മള് മാറണോന്ന് വിചാരിച്ചാലേ നമ്മൾ വെജിറ്റേറിയനിലോട്ട് പോകത്തുള്ളൂ. നമ്മൾ ശനിയാഴ്ച രാത്രിയിൽ ആഗ്രഹിക്കുന്നത് എന്തോ, എങ്ങനെയും ഇത് തീർന്നിട്ട് നാളെ തൊട്ട് എനിക്ക് മറ്റേ സാധനങ്ങളെല്ലാം കഴിച്ചോളാൻ വയ്യാന്നുള്ളത്. അപ്പൊ പെരുമാറ്റവും ഇതുപോലെയാണ്. നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ 21 ദിവസം തന്നെ വേണ്ട നമ്മുടെ സ്വഭാവത്തെ നമുക്ക് മാറ്റാൻ കഴിയും. പിന്നെ 21 ദിവസം എന്ന് പറയുന്നത് ആ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ചാക്രിക പ്രവർത്തനത്തിൽ നമ്മുടെ ഇതിനെയും മനസ്സിനെയും ശരീരത്തെയും ഒക്കെ മോഡിഫൈ ചെയ്തെടുക്കാനുള്ള ഒരു കാലക്രമം അത്രയും വേണം. അതിനാണ് നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ അത്രയും ഒരുമിച്ച് പ്രവർത്തിച്ചു വരുവാൻ. ആ ഒരു ദിവസത്തിന്റെ എണ്ണമാണ് 21 എന്ന് പറയുന്നത്. ഞാനതുകൊണ്ട് പലപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിളാണ് 21 എന്നല്ല 50 ദിവസം നൊയമ്പെടുത്താലും ക്രിസ്ത്യാനികള് ഈ ഒരു കാര്യത്തിലോട്ട് നമുക്കൊരു മാറ്റവും വരാൻ പോകുന്നില്ല. അതായത് ഇത് സ്റ്റിമുലസ് ആണ്, റെസ്പോൺസ്, റീഇൻഫോഴ്സ്മെന്റ്, പണിഷ്മെന്റ് എന്നിവയൊക്കെ ഇതിനകത്ത് നടക്കുന്നത്. അതായത് എന്തോ പറഞ്ഞേ, നമ്മള് പ്രചോദനം നടത്തുന്നു, പ്രേരകം നടത്തുന്നു, പ്രേരിപ്പിക്കുമ്പം നമുക്ക് റെസ്പോൺസ് ഉണ്ടാവുന്നു. റീഇൻഫോഴ്സ്മെന്റ്, നമുക്ക് നല്ല ബഹുമതികളൊക്കെ കിട്ടുമ്പോൾ നല്ലതായിട്ട് പ്രവർത്തിക്കാം. പണിഷ്മെന്റ് കിട്ടുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും, നമ്മളുള്ള പ്രവർത്തനങ്ങളെ പ്രവർത്തിക്കാതിരിക്കാനായിട്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഒരു ബിഹേവിയർ ഉണ്ടാക്കി എടുക്കുന്നത്. അതിന് ഏറ്റവും കൂടുതൽ ഒരാളുടെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്നത് അവനവരുടെ എൻവയോൺമെന്റ് ആണ്. സത്യമാണ്. നമ്മളിപ്പം ഒരു വീട്ടിലെ കുട്ടികൾ തന്നെ പല സാഹചര്യങ്ങളിൽ പെട്ടുപോകുമ്പോൾ പല രീതിയിൽ പ്രവർത്തിക്കാറില്ലേ? ഓരോ ചുറ്റുപാടുകൾക്കനുസരിച്ച് അവരുടെ സ്വഭാവത്തില് വ്യത്യാസം വരും. അതിനകത്ത് ഹെറിഡിറ്ററി ഉണ്ട്. പെരുമാറ്റത്തിൽ കുറെയൊക്കെ നമ്മുടെ ജീനിന്റെ സ്വാധീനം ഉണ്ട്, ഇല്ലെന്നല്ല, അതെല്ലാം ഉണ്ട്. പക്ഷേ നല്ല കൂട്ടുകാരുടെ കൂടെ കൂടുമ്പോൾ നല്ല സ്വഭാവം ഉണ്ടാകുന്നു, മോശം കൂട്ടുകെട്ടിൽ പോയി മോശം സ്വഭാവം അവര് കാണിക്കുന്നു. ഇനി നമുക്ക് അടുത്ത തിയറിയും കൂടെ പഠിക്കാം പെട്ടെന്ന്. ഈ തിയറി ഞാൻ ഒരുപാട് എക്സ്പ്ലനേഷനിലോട്ടൊന്നും പോകാനേ ഇത്രയും മതിയെന്ന് വിചാരിച്ചു നിങ്ങൾ. ഇനി അടുത്തയാണ് സോഷ്യൽ ലേണിംഗ് തിയറി. സോഷ്യൽ ലേണിംഗ് തിയറി നോട്ട് തരത്തില്ലേ? തരും.
മറ്റേത് ഞാൻ PDF ആക്കാൻ വേണ്ടി ആർക്കൊക്കെ വേർഡിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞു ഓപ്പൺ ചെയ്തപ്പം, അപ്പൊ രണ്ടും കൂടെ PDF ആക്കി. സോഷ്യൽ ലേണിംഗ് തിയറി. സ്പെല്ലിംഗ് വേണോ? SOCIAL, സോഷ്യൽ ലേണിംഗ്, LEARNING, തിയറി, THEORY. അതായത് മനുഷ്യൻ ഒരിക്കലും സോഷ്യൽ ലേണിംഗ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പറഞ്ഞാൽ പീപ്പിൾ ലേൺ ബിഹേവിയർ നോട്ട് ഓൺലി ത്രൂ ഡയറക്റ്റ് എക്സ്പീരിയൻസ്, അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൂടാതെ ബട്ട് ഓൾസോ ബൈ ഒബ്സർവിങ് അതേഴ്സ്, അതുപോലെ ഇമിറ്റേറ്റിംഗ്, മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കുന്നു, ആൻഡ് മോഡലിംഗ് ദെയർ ആക്ഷൻസ്. അതായത് സോഷ്യൽ ലേണിംഗ് തിയറി പറയുന്നത് ഒരു സ്വഭാവം പഠിക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യനെ നേരിട്ട് അനുഭവിച്ചത് കൊണ്ട് മാത്രമല്ല, അതായത് ഒരു മനുഷ്യനോട് നേരിട്ട് നിന്ന് പഠിച്ചത് കൊണ്ട് മാത്രമല്ല, മറ്റുള്ളവരെ നിരീക്ഷിച്ച് നമ്മൾ അവരുടെ സ്വഭാവം പഠിക്കുന്നുണ്ട്, അനുകരിച്ച് അവരെ ഇമിറ്റേറ്റ് ചെയ്ത് പഠിക്കുന്നുണ്ട്, അവരെ മോഡലാക്കി പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിന് അവരുടെ അടുത്ത് ചെന്ന് പഠിക്കണമെന്നില്ലല്ലോ, വേണ്ട. നമുക്ക് എല്ലാവർക്കും APJ അബ്ദുൽ കലാമിനെ ഭയങ്കര ഇഷ്ടമാണ്, നമ്മൾ എല്ലാവരും കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും നമ്മൾ മോഡൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യുന്നത്, അതുപോലെ അനുകരിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ടല്ലോ പല കാര്യങ്ങളും. കുട്ടികൾ എല്ലാരും എന്തോ ചെയ്യുന്നത്? ഇപ്പം എല്ലാ സിനിമാ നടന്മാരെയും അല്ലെ നടിമാരെയും അവർ കണ്ടിട്ടാണോ എല്ലാരും ഒരു ഇമിറ്റേറ്റ് ചെയ്യുന്നത്? അവരുടെ ഇൻഫ്ലുവൻസ് കണ്ട് അവരെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അത് നല്ല ഇമിറ്റേഷൻസും ഉണ്ടാകാം, മോശം അനുകരണങ്ങളും ഉണ്ടാകാം. പിന്നെ മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്ത് പഠിക്കുക. അതിപ്പോ നമ്മൾക്ക് തന്നെ അറിയാം, നമ്മളെ ഇപ്പൊ ഒരു ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ടീച്ചറിന്റെ മാനറിസങ്ങളൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് അതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇപ്പം പള്ളിയിൽ ഇപ്പൊ നമ്മൾ പാസ്റ്ററിന്റെ മാനറിസങ്ങൾ ഒബ്സർവ് ചെയ്യാറുണ്ട്. ചിലർ പ്രസംഗിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു അച്ഛന്റെ ആണെങ്കിലോ പാസ്റ്ററിന്റെ ആണെങ്കിലോ ആ രീതിയിൽ നമ്മൾ പറയാനായിട്ട് അവര് പറയുന്ന പോലെ സ്ലാങ്ങിൽ പറയാന്, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് അവരെ ഒബ്സർവ് ചെയ്ത് അതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കും. അതാണ് സോഷ്യൽ ലേണിംഗ് തിയറി പറയുന്നത്. മനുഷ്യരെ നേരിട്ട് അനുഭവിച്ചത് കൊണ്ട് മാത്രമല്ല, മറ്റുള്ളവരെ നിരീക്ഷിച്ച്, അതായത് ഒബ്സർവ് ചെയ്ത്, അനുകരിച്ച്, ഇമിറ്റേറ്റ്, മനുഷ്യരെ നേരിട്ട് അനുഭവിച്ചുകൊണ്ട് മാത്രമല്ല, അതായത് നേരിട്ട് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമല്ല, നമ്മളെ കാണാത്തവരെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. മനുഷ്യരെ കാണാത്തവരെന്ന് പറഞ്ഞാൽ നേരിട്ട് കാണാത്തവരെ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. മനുഷ്യരെ അവരെ നേരിട്ട് അനുഭവിച്ചത് കൊണ്ട് മാത്രമല്ല, മറ്റുള്ളവരെ അല്ലെങ്കിൽ അവരെ നിരീക്ഷിച്ച് ഒബ്സർവ് ചെയ്ത്, അനുകരിച്ച്, ഇമിറ്റേറ്റ് ചെയ്ത്, മോഡൽ ചെയ്ത്, മാതൃകയാക്കി പെരുമാറ്റം പഠിക്കുന്നു. ഈ തിയറിയുടെ ഫൗണ്ടറാണ് ആൽബർട്ട് ബാന്തുര. ALBERT, ആൽബർട്ട് ബാന്തുര. BANDURA, ബാന്തുര, BANDURA. സോഷ്യൽ ലേണിംഗ് തിയറി അല്ലേ? സോഷ്യൽ ലേണിംഗ് തിയറിയുടെ ഫൗണ്ടർ, ഉപജ്ഞാതാവാണ് ആൽബർട്ട് ബാന്തുര. ഈ അടുത്ത സമയത്തുണ്ടായ തിയറിയാണിത്. 1960 1960 ഹി ഇൻട്രൊഡ്യൂസ് ദ തിയറി ഇൻ 1960s. 1960 ഉണ്ടായ ഒരു തിയറിയാണ്. പക്ഷെ ഇതൊന്നും സ്റ്റേബിൾ ആകത്തില്ല അല്ലേ, ഒബ്സർവ് ചെയ്യുന്ന ബിഹേവിയേഴ്സ്?
അതിപ്പോ ഓരോരുത്തരുടെ പേഴ്സണാലിറ്റിയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ അതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഓരോരുത്തരുടെ പേഴ്സണാലിറ്റിയിൽ വ്യത്യാസപ്പെട്ടു. മിമിക്രി എന്തോ മിമിക്രിക്കാർ ചെയ്യുന്നത് പോലെ അല്ല, അവര് അത് അവരുടെ അത് ഉപജീവനത്തിന് വേണ്ടി ചെയ്യുന്നയാ. ഇപ്പൊ നമ്മൾ തന്നെ ഒബ്സർവ് ചെയ്തിട്ട് അല്ല അത് കണ്ടില്ലെങ്കിലും കേട്ടും കേട്ട് അനുകരിക്കുന്ന ശബ്ദം. അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഈ പ്രകൃതിയിലെ ശബ്ദങ്ങൾ, കിളികളുടെ ശബ്ദങ്ങൾ, അതൊക്കെ ഇടിമുഴക്കം, അതുപോലെ ആ ശബ്ദങ്ങളൊക്കെ പട്ടി കുരയ്ക്കുന്നത്, ഇതൊക്കെ പിന്നെ ചെയ്യുന്നത് അത് ഒരു അതേപോലെ ഒബ്സർവേഷൻ നടത്തിയാണ് അത് ചെയ്യുന്നത്. അതെ, അതേപോലെ ഒബ്സർവേഷൻ നടത്തിയിട്ടാ ചെയ്യുന്നത്. ഇപ്പൊ ആദ്യം അവര് ചെയ്യുമ്പോ അത് ശരിയാകത്തില്ല, വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്ത് അതെ അതെ. ഇപ്പൊ നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈൽ തന്നെ ആലോചിച്ച് നോക്കെ. നമ്മൾക്ക് ഒബ്സർവ് ചെയ്ത് അവരെ നമ്മൾ നിരീക്ഷിച്ച് അവരെ നമ്മൾ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവരുടെ സ്റ്റൈലിൽ നടക്കാനായിട്ട് നമുക്ക്, അവരോടുള്ള ഇഷ്ടം കൊണ്ടാണ് നമുക്ക് ആ ഒരു പെരുമാറ്റത്തിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഇതിനകത്തൊരു എക്സ്പെരിമെന്റ് അത് എഴുതേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ് ഇത്. ഈ തിയറിയിൽ പറയുന്ന ഒരു കാര്യമാണ് ഒരു ബോബോ ഡോൾ എക്സ്പെരിമെന്റ് എന്ന് പറയും. അതെന്ന് പറഞ്ഞാല് ഈ ചിലരാണെങ്കിൽ ഈ ദേഷ്യം വരുമ്പോ എന്തോ ചെയ്യും, വീട്ടിലെ തലങ്ങണയൊക്കെ എടുത്തിട്ട് ഇടിക്കത്തില്ലേ? അല്ലെങ്കിൽ ദേഷ്യം തീർക്കാൻ വേണ്ടി ചെയ്യത്തില്ല, അഗ്രസീവ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഭിത്തി പോയി ഇടിക്കുന്നതാണ്. ഇപ്പൊ വീട്ടിലുള്ളവർ ചിലരെന്തോ ചെയ്യും, ഇതൊന്നും നിയന്ത്രിക്കാൻ പറ്റാതെ വീട്ടിലുള്ളവരെ ഉപദ്രവിക്കും. എന്നാൽ അഗ്രസീവ് ആയിട്ടുള്ള ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെ എന്താ ചെയ്യും, ഇങ്ങനെയുള്ള സാധനത്തിനകത്ത് പോയി എടുത്തിട്ട് ഇടിക്കുന്ന പറഞ്ഞാൽ അവരുടെ ആ ഒരു ദേഷ്യം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. ഇതൊരു വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ ഇതെന്ത് ചെയ്യും, ഇത് കണ്ട് ഈ ഇടിക്കുന്ന പെരുമാറ്റം കണ്ടിട്ട് എന്തോ ചെയ്യും, പിള്ളേർ ഇത് കണ്ടു പഠിക്കുകയാണെങ്കിൽ, വലിയവരുടെ ഈ സ്വഭാവം കണ്ട് കുട്ടികൾ പഠിച്ചാൽ എന്തോ ചെയ്യും, അക്രമകരമായ ഒരു പെരുമാറ്റം ആര് അനുകരിക്കും? കുട്ടികൾ അനുകരിക്കും. നമ്മള് എന്താ ചെയ്യുന്നത്, അതിനകത്ത് എടുത്തിട്ട് അവരുടെ ദേഷ്യം തീർക്കാനായിരിക്കും അവർ ഇടിക്കുന്നതെങ്കിൽ കുട്ടികൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു സ്വഭാവത്തെ അവര് മോശം രീതിയിലും അവരെ സ്വാധീനിക്കും, അക്രമകരമായ രീതിയിൽ അവര് പെരുമാറും. അതായത് ചിൽഡ്രൻ ലേൺ ബിഹേവിയർ ബൈ വാച്ചിങ് അതേഴ്സ്. കുട്ടികൾ എങ്ങനെ പഠിക്കുന്നതെന്ന് മനസ്സിലായോ? കുട്ടികൾ മറ്റുള്ളവരുടെ സ്വഭാവത്തെ കണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കും. നമ്മൾ കള്ളം പറയുവാണെങ്കിൽ കുട്ടികൾ കള്ളം പറയാൻ ശ്രമിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ നല്ലത് പറയുമ്പോൾ കുട്ടികൾ നല്ലത് പറയും എന്ന് പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും കുട്ടികൾ വാച്ചിങ് അതേഴ്സ് ആണ്. നമ്മൾ ശ്രദ്ധിക്കാൻ വിട്ടുപോയ നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലോകത്തൊന്നും ഇപ്പൊ ഇനി നമുക്ക് ഈ കാണുന്നൊന്നും ഇനി എന്തെങ്കിലും സൃഷ്ടിച്ചു വന്നെങ്കിൽ മാത്രമേ നമുക്ക് പുതുമയുള്ളൂ. കുട്ടികളെ സംബന്ധിച്ചെല്ലാം പുതുമയുള്ള കാര്യങ്ങളാണ്. അപ്പൊ അവരതിനെ വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതിൽ കൊച്ചു കുട്ടികളെ നമ്മൾ കിടത്തുന്നടുത്ത് കളറുള്ള ബലൂണുകളും പലതരത്തിലുള്ള കളറുകളെയൊക്കെ കാണുമ്പോൾ അവർ പെട്ടെന്ന് അങ്ങോട്ട് അട്രാക്ട് ചെയ്ത് നോക്കുന്നത്. നമുക്കത് കണ്ടിട്ട് എന്തോ തോന്നാന്, നമ്മളെല്ലാ കളറുകളും കണ്ട് മടുത്തിരിക്കുകയാണ്. അതുപോലെ കിളികളുടെ ശബ്ദങ്ങളൊക്കെ കേട്ടാലും കുട്ടികളെ സംബന്ധിച്ച് കിളിയും കാക്കയും എല്ലാം പുതുമയാണ്, നമുക്കിതൊന്നും പുതുമയല്ല. അപ്പൊ ഇതിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാവുന്ന പ്രധാന ആശയം ഒന്നാമതാണ് ഒബ്സർവേഷൻ, നിരീക്ഷണം. ഒന്നാമത്തെ പ്രധാന ആശയം നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഇതിനകത്തെ പ്രധാന ആശയം എന്ന് പറയുന്നത് ഒന്ന് ഒബ്സർവേഷൻ. നിരീക്ഷണം ഒബ്സർവേഷൻ നിരീക്ഷണം. അതിന്റെ ലേണിംഗ് ബൈ താഴെ എഴുതിക്കുക, ലേണിംഗ് ബൈ വാച്ചിങ് അതേഴ്സ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പെരുമാറ്റം കണ്ട് പഠിക്കുക. ലേണിംഗ് ബൈ വാച്ചിങ് അതേഴ്സ്. ലേണിംഗ് ബൈ വാച്ചിങ് അതേഴ്സ്, മറ്റുള്ളവരുടെ പെരുമാറ്റം കണ്ടു പഠിക്കുക. ഒന്നാമത്തത് ഒബ്സർവേഷൻ, അതായത് നിരീക്ഷണം. രണ്ടാമത്തതാണ് ഇമിറ്റേഷൻ, അനുകരണം. ഇമിറ്റേഷൻ, IMITATION, ഇമിറ്റേഷൻ.
അതായത് കോപ്പിംഗ് അതേഴ്സ് ബിഹേവിയർ, ഒരാളുടെ ബിഹേവിയറിനെ കോപ്പി ചെയ്യുക. കോപ്പിംഗ് അതേഴ്സ് കോപ്പിംഗ് അതേഴ്സ് ബിഹേവിയർ, അതാണ് ഇമിറ്റേഷൻ. ഒരാളെ കോപ്പി ചെയ്യുക, അതായത് മറ്റുള്ളവരെ പോലെ പെരുമാറുന്നത്, മറ്റുള്ളവരെ പോലെ പെരുമാറും. എഴുതിയോ രണ്ടാമത്തെ? ഇമിറ്റേഷൻസ് അനുകരണം, കോപ്പിംഗ് അതേഴ്സ് ബിഹേവിയർ, അതായത് മറ്റുള്ളവരെ പോലെ പെരുമാറും. മൂന്നാമത്തതാണ് മോഡലിംഗ്, മാതൃക. നമ്മള് മാതൃക, നമ്മൾ എപ്പോഴും പറയത്തില്ലേ മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണേ. നമ്മുടെ പ്രാർത്ഥനകൾ പോലും അങ്ങനെയാണ്. നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഏറ്റവും വലിയ റോൾ മോഡലായ യേശുക്രിസ്തുവിനെ നമ്മൾ മാതൃകയാക്കാറുണ്ടോ? എന്നിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം, അല്ലേ? അല്ല, നിങ്ങളെ മാത്രമല്ല, ഞാൻ എന്നെ ഉൾപ്പെടെ തന്നെ നെഞ്ചത്ത് കൈവച്ച് ഞാൻ പറയുക, നമ്മൾ പറയുന്നെങ്കിൽ നമ്മൾ ആ മാതൃകയാക്കാൻ പലപ്പോഴും നമ്മൾ മാതൃകയാക്കാൻ നേരം ചെയ്തിട്ട് ഈ ബൈബിളിനെ നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ പെരുമാറുന്നത്. അതെ, മറന്നു പോകും. അതെ, ഞാൻ ആരെയും പറഞ്ഞില്ല, ഞാൻ എന്നെ തന്നെ പറയുന്നത്. എന്നെ അതായത് മോഡലിംഗ്, അതായത് എ പേഴ്സൺ ഹൂസ് ബിഹേവിയർ ഈസ് ഒബ്സർവ്ഡ് ആൻഡ് കോപ്പീഡ്, അതായത് അനുകരിക്കുന്ന മാതൃകയായ വ്യക്തി. അതായത് മോഡലിംഗ് എന്ന് പറയുന്നത് അനുകരിക്കാൻ മാതൃകയായ ഒരു വ്യക്തി. അതായത് നമ്മളിപ്പം വലിയ എക്സാമ്പിളായിട്ട് പോകണ്ട, നമ്മൾ യേശു ക്രിസ്തുവിന്റെ കാര്യമൊന്നും പറയേണ്ട. ജീസസിനെ, ടീച്ചറ്, പേരന്റ്, അതെ, സെലിബ്രിറ്റി, ഇവരെയൊക്കെ മോഡൽ ചെയ്യാനായിട്ട് കുട്ടികൾ ശ്രമിക്കും. കുട്ടികളുടെ ചെറുപ്പത്തിലെ ഏറ്റവും വലിയ മോഡൽ ആരാണ്? അവർ ഇച്ചിരി കൂടെ കഴിഞ്ഞ് ഒരു അഡോളസൻസ് പരുവായി കഴിയുമ്പോഴത്തേക്ക് അവർ കമ്പയർ ചെയ്യാനായിട്ട് പഠിക്കും. കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അവർ പറയും, ഓ എന്റെ ഫ്രണ്ടിന്റെ മമ്മി ഇങ്ങനൊന്നും അല്ലല്ലോ, ഫ്രണ്ടിന്റെ മമ്മിക്കും പപ്പായ്ക്കും ഒന്നും ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല, അവരെല്ലാ കാര്യത്തിനും സ്വാതന്ത്ര്യം തരുന്നുണ്ടെന്ന് പറഞ്ഞ് ആ മമ്മിയാണ് ഏറ്റവും നല്ല മോഡൽ, അല്ലെ ആ പപ്പായാണ് ഏറ്റവും അവരാണ് ഏറ്റവും നല്ല മമ്മിയും പപ്പായും എന്ന് പറയും. അല്ലെങ്കിൽ പിന്നെ ആദ്യം ഇവർക്ക് കൊച്ചു ക്ലാസ്സിലെ ടീച്ചേഴ്സിനെയാണ് അവർക്ക് ഭയങ്കര ഇഷ്ടം. ആ ടീച്ചേഴ്സിനോട് ഇപ്പോഴും ഇഷ്ടമാണ്. ഇച്ചിരി വലുതായി കഴിയുമ്പോഴത്തേക്ക് ടീച്ചർമാരോട് വലിയ ഇഷ്ടമൊന്നും വരാറില്ല. പിന്നെ അവർ ഏറ്റവും കൂടുതൽ മോഡലാക്കാൻ ശ്രമിക്കുന്നതാണ് സെലിബ്രിറ്റി. ഇനി അടുത്തയാണ് നാലാമത്തെ പോയിന്റ് ആണ് റീഇൻഫോഴ്സ്മെന്റ്, ബലം. റീഇൻഫോഴ്സ്മെന്റ്, അതായത് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ബിഹേവിയർ ഇൻക്രീസസ് ഇഫ് റിവാർഡഡ്, അതായത് ബഹുമതി ലഭിച്ചാൽ പെരുമാറ്റം വർദ്ധിക്കും. അതായത് നല്ല സ്വഭാവം ഉണ്ടാകുമെന്ന്, ബഹുമതി ലഭിച്ചാൽ പെരുമാറ്റം വർദ്ധിക്കും. ബിഹേവിയർ എൻകറേജ് ചെയ്യുമ്പോൾ, പ്രോത്സാഹിപ്പിക്കുമ്പോൾ. എങ്ങനെ എഴുതണ്ടേ? എൻകറേജിങ് ഇങ്ങനെ എഴുതിയാൽ മതി, ബിഹേവിയർ ഇൻക്രീസസ് ഇഫ് റിവാർഡഡ്. if rewarded. അതായത് ബഹുമതി ലഭിക്കുമ്പോൾ പെരുമാറ്റം വർദ്ധിക്കുന്നു. അതായത് ഇപ്പൊ നല്ല പെരുമാറ്റം ആകും എന്നുള്ളതാണ് പെരുമാറ്റം വർദ്ധിക്കുന്നത്. അതിനകത്ത് ഇങ്ങനെ വരാം, മറ്റൊരാൾക്കൊരു ബഹുമതി ലഭിക്കുമ്പോഴും എനിക്ക് ആ ബഹുമതി കിട്ടാൻ വേണ്ടിയും ചില പിള്ളേർ എന്തോ ചെയ്യും, അടുത്ത വർഷം എനിക്കിത് എനിക്കിത് കിട്ടിയേ പറ്റൂ എന്ന് ഒരാഗ്രഹം വരുമല്ലോ, ബൂസ്റ്റ് ചെയ്യണം നമ്മൾ. ബൂസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു ഇതുണ്ട്. ഇപ്പൊ ഒരു വർഷം ഒരാൾക്ക് ഈ വർഷം അവാർഡ് കിട്ടിയ, ഈ വർഷം അവാർഡ് അവർക്ക് കിട്ടി, അടുത്ത വർഷം ഈ അവാർഡ് എനിക്ക് നേടിയെടുക്കണം. അതിനകത്ത് തന്നെ അത് ഞാൻ പറയും. ഇപ്പൊ രണ്ടാമത് ഞാൻ പറഞ്ഞതിനകത്ത് ആദ്യം നമ്മളിപ്പം ബഹുമതി ലഭിച്ചാൽ പെരുമാറ്റം വർദ്ധിക്കുമെന്ന് പറഞ്ഞില്ലേ,
അതിനകത്ത് തന്നെ ഒന്നാമത്തെ ടൈപ്പാണ് ഡയറക്റ്റ് എൻഫോഴ്സ്മെന്റ്. നിങ്ങൾ മനസ്സിലാക്കിയത് ഇത് എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഡയറക്റ്റ് റീഇൻഫോഴ്സ്മെന്റ്. ഇപ്പൊ നമുക്കൊരു ബഹുമതി കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ രീതിയിൽ തന്നെ ഞാൻ അടുത്ത വർഷവും തുടർന്നു പോകണം, എന്റെ പ്രവർത്തനത്തിൽ വീഴ്ചയൊന്നും വരാൻ പറ്റത്തില്ല എന്ന രീതിയിൽ പ്രവർത്തിക്കും. അതാണ് അടുത്തയാണ് ഞാൻ പറഞ്ഞില്ലേ, വേറൊരാൾക്ക് സീയിങ് അതേഴ്സ് റിവാർഡഡ്, അതിന് പറയും വൈക്കേരിയസ് റീഇൻഫോഴ്സ്മെന്റ്. വേറൊരാൾക്ക് ഒരു റിവാർഡ് കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലും ഒരു ആഗ്രഹം വരും, എനിക്കും ഈ അവാർഡ് കിട്ടണമെന്ന്. അപ്പൊ നന്നായിട്ട് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെയൊക്കെ നമ്മുടെ ഈ ഓരോ റീഇൻഫോഴ്സ്മെന്റുകൾ ഓരോന്ന് കൊടുക്കുമ്പോൾ, അതായത് പോസിറ്റീവായിട്ട് ഓരോ റീഇൻഫോഴ്സ്മെന്റുകൾ കിട്ടുമ്പോൾ അവരുടെ പെരുമാറ്റത്തിൽ മാറ്റം വരാനായിട്ട് ശ്രമിക്കും. ഇനി 4 എണ്ണം കൂടെ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് നിർത്താം. നിങ്ങൾക്കൊക്കെ ബോറടിക്കുന്നു തോന്നല്ലേ? ഇല്ല. ഇനി അടുത്ത ബാന്തുരയ്ക്ക് 4 ലേണിംഗ് സ്റ്റെപ്പ് ഉണ്ട്. ബാന്തുരാസ് ലേണിംഗ് പ്രോസസ്, അതിനകത്ത് 4 സ്റ്റെപ്പ് ഉണ്ട്. നമ്മുടെ ഇതിന്റെ ഉപജ്ഞാതാവാണ് ആൽബർട്ട് ബാന്തുര. ഇനി ബാന്തുരാസ് ലേണിംഗ് പ്രോസസ്, അതിനകത്ത് 4 സ്റ്റെപ്പ് ഉണ്ട്. ബാന്തുര ആരാന്ന് മനസ്സിലായല്ലോ? സോഷ്യൽ ലേണിംഗ് തിയറിയുടെ ഇതിന്റെ ഫൗണ്ടറാണ്. ബാന്തുരാസ് ലേണിംഗ് പ്രോസസ് ബ്രാക്കറ്റ് ഇട്ടേരെ 4 സ്റ്റെപ്സ്, LEARNING ലേണിംഗ് പ്രോസസ്, PROCESS പ്രോസസ്. എത്രയെണ്ണോ 4 എണ്ണം കിട്ടിയ പോലെ? അതായത് ഒന്നാമത്തത് അറ്റൻഷൻ, ശ്രദ്ധ. വ്യക്തി ശ്രദ്ധയോടെ നോക്കണം. അതായത് ഒരാളെ ഒബ്സർവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അറ്റൻഷൻ. അതായത് ഒന്നാമത്തത് അറ്റൻഷൻ, ശ്രദ്ധ. രണ്ടാമതാണെങ്കിൽ റീടെൻഷൻ, ഓർമ്മ. മെമ്മറി അല്ല, വെറും മെമ്മറി അല്ല, റീടെൻഷൻ എന്ന് വെച്ചാൽ റീടെൻഷൻ മീനിങ് എന്ന് പറഞ്ഞാൽ കണ്ടത് ഓർമ്മയിൽ സൂക്ഷിക്കുന്നു. അതാണ് അതിന്റെ അർത്ഥം. കണ്ടത് ഓർമ്മയിൽ സൂക്ഷിക്കുന്നു, അതാണ് റീടെൻഷൻ. നമ്മൾ ഇപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ കണ്ടത് നമ്മുടെ ഓർമ്മയിൽ ഇപ്പോഴും ഇല്ലേ? നമ്മളെ സ്വാധീനിച്ച കാര്യങ്ങൾ. ചില കാര്യങ്ങൾ പക്ഷെ നമ്മൾ കണ്ട കാര്യങ്ങൾ അങ്ങ് മറന്നു പോകാറില്ലേ? നമുക്കത് ഇഷ്ടമായത് കൊണ്ടും നമ്മുടെ ബിഹേവിയറിനത് ചിലർ പറഞ്ഞ വാചകങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞാലും അതേ സെന്റൻസ് പോലും നമുക്ക് എപ്പോഴും കൃത്യമായിട്ട് ഓർമ്മ കാണും. ചിലപ്പോൾ നമ്മളെ RENTION അല്ല, RETN അല്ലല്ല, REN ഇല്ല, ടെൻഷൻ, TENTION. RETENTION. അതെ അതെ, കണ്ടത് ഓർമ്മയിൽ സൂക്ഷിക്കുന്നു. ഇനി അടുത്താണ് റീപ്രൊഡക്ഷൻ. പുനരാവർത്തനം ചെയ്യുന്നു. റീപ്രൊഡക്ഷൻ, REPRODUCTION റീപ്രൊഡക്ഷൻ. പുനരാവർത്തനം ചെയ്യുന്നു, അതായത് ഒരാളുടെ കണ്ട് ആ സ്വഭാവം പഠിച്ചിട്ട് പിന്നീട് അതേ പെരുമാറ്റം നമ്മൾ ചെയ്യുന്നതിനാ പറയുന്ന പുനരാവർത്തനം. വേറൊരാളുടെ പ്രവർത്തനമായിരുന്നു, നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ട് അതുപോലെ ചെയ്യുന്നതാണ് റീപ്രൊഡക്ഷൻ, പുനരാവർത്തനം. എഴുതിയോ? ഇനി 4-മത്തതാണ് മോട്ടിവേഷൻ, പ്രേരണ. എക്സ്ക്യൂസ് മീ, ഒന്നാമത്തെ അല്ലേ ശ്രദ്ധ? അറ്റൻഷൻ, ശ്രദ്ധ. അറ്റൻഷൻ. പിന്നെ രണ്ടാമത്തേത് റീപ്രൊഡക്ഷൻ, റീടെൻഷൻ. റീടെൻഷൻ, അത് ഓർമ്മ അല്ലേ? ഓർമ്മ. അത് രണ്ടാമത്തെ. ഓക്കെ, ശരി. ഓക്കെ, 4-മത്തെ. 4 മോട്ടിവേഷൻ, പ്രേരണ.
അതായത് ചെയ്യാൻ പ്രേരണ വേണം. ഒരു കാര്യം സ്വന്തമായിട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ പോലും ഒരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ ഒരു ഉന്ത് അല്ലെങ്കിൽ ഒരു തള്ളു കിട്ടിയാൽ മടി പിടിച്ചിരിക്കുന്ന നമ്മളായാലും അത് ചെയ്യാനായിട്ട് പോകും. മോട്ടിവേഷൻ അത് മോട്ടിവേറ്റ് ആവും. അതാണ് റിവാർഡ് കിട്ടുമ്പോൾ നമ്മൾ മോട്ടിവേറ്റ് ആവത്തില്ലേ? നമ്മളിപ്പം കുറച്ചു മുന്നേ പറഞ്ഞില്ലേ, റിവാർഡ് കിട്ടുമ്പോൾ മോട്ടിവേറ്റ് ആവും. മോട്ടിവേഷന്റെ കാര്യം പറഞ്ഞ ഞാൻ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുമ്പോഴും ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ വേറൊരാളുടെ മോട്ടിവേഷൻ കേട്ടിട്ട്, എന്റെ മോട്ടിവേഷൻ കേട്ടിട്ട് നിങ്ങൾ വലിയ ഉണർവ് ഉണ്ടായിട്ട് കാര്യമില്ല. എന്റെ മോട്ടിവേഷൻ കേട്ടിട്ട് ചിലപ്പോൾ 2 ദിവസത്തേക്ക് മാക്സിമം കാണുമായിരിക്കും ഈ മോട്ടിവേഷൻ. ഈ മോട്ടിവേഷൻ എവിടെ നിന്നാണ് വരേണ്ടത്? അവനവരുടെ ഉള്ളിൽ നിന്ന് വരണം മോട്ടിവേഷൻ. എന്നെങ്കിൽ മാത്രമേ സ്ഥിരമായിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടാവത്തുള്ളൂ. എല്ലാ കാര്യങ്ങളിലും വിജയിക്കണം എന്നൊരു തോന്നൽ ഉണ്ടാവത്തുള്ളൂ. പല മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ഇനി ഏത് മനുഷ്യൻ വന്ന് തള്ളി ഒരു കുഴി ചാടി ഇട്ടാലും അവിടുന്ന് എഴുന്നേറ്റ് നമ്മൾ ഓടണമെന്നല്ല ഞാൻ പറയുന്നത്, അവിടുന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ലേ? ഫസ്റ്റ് സ്റ്റെപ്പ് ആ കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ലേ? ആ എഴുന്നേറ്റ് നിൽക്കുന്നതാണ് യഥാർത്ഥ മോട്ടിവേഷൻ. പിന്നെ ബാക്കി നമ്മൾ പിന്നെ ചെയ്യുന്നതാ. ആ കുഴിക്കകത്ത് കിടക്കുവാന്നെ അവിടെ കിടക്കും. ആ എഴുന്നേറ്റ് നമ്മൾ അവിടെ നിൽക്കുമ്പോഴേ നമ്മള് മിടുക്കരായി എന്നാണ് അർത്ഥം. അല്ലാതെ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, എനിക്ക് കഴിയത്തില്ല എന്ന് ചിന്തിക്കാതെ ആ എഴുന്നേറ്റ് നിൽക്കാൻ പഠിക്കുന്ന ഒരു മോട്ടിവേഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ. അതിന് മനുഷ്യന്റെ റിവാർഡും വേണ്ട, ഒരു മനുഷ്യനെ അനുകരിക്കുകയും വേണ്ട. സ്വയം നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുക. ഏത് പ്രതിസന്ധികൾ വന്നാലും, ആര് ചവിട്ടി തേച്ചാലും എനിക്ക് ഒറ്റയ്ക്ക് നേടാൻ കഴിയും, എനിക്ക് പറ്റും, എനിക്ക് എല്ലാത്തിനും കഴിവുണ്ടെന്നൊരു ബോധം ഉണ്ടാക്കി. എല്ലായിടത്തും ചെന്ന് പ്രശ്നം ഉണ്ടാക്കാനുള്ള കഴിവാക്കി അതിനെ മാറ്റരുത്. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ, തളർന്നു പോകാനല്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഒറ്റപ്പെട്ടു പോകാറുണ്ട്. ആ ഒറ്റപ്പെടുമ്പോഴാണ് നമ്മൾക്ക് ഈ മോട്ടിവേഷൻ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത്. നമ്മുടെ കൂടെ നിന്നവർ പോലും നമ്മളെ ഒറ്റപ്പെടുത്തും. അപ്പൊ നമ്മൾ അതുകൊണ്ട് സ്വയം നിങ്ങളുടെ മുൻപിൽ നിങ്ങളുടെ ഉള്ളിലെ മോട്ടിവേഷനെ എല്ലാ ദിവസവും തേച്ച് മിനുക്കി എടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ആരുടെയും റിവാർഡ് എനിക്ക് വേണ്ട, ഞാൻ ചെയ്തതിന്റെ ഒരു നന്മയും ഒരു പ്രതിഫലവും ഒന്നും എനിക്ക് വേണ്ട. നിങ്ങളുടെ ഉള്ളിലെ ആ മോട്ടിവേഷനെ അണയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക എല്ലാ ദിവസവും. ഇനിയിപ്പോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇതിനകത്ത് നമ്മൾ ഈ 4 കാര്യങ്ങളിലും ഈ സോഷ്യൽ ലേണിംഗ് തിയറിയിലും കൂടെ നമ്മൾ പഠിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ പറഞ്ഞൊരു കാര്യം അതിനകത്ത് പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതായത് നിരീക്ഷണത്തിലൂടെയാണ് പഠനം നടക്കുന്നതെന്നാണ് നമ്മൾ ഈ തിയറിയിൽ പഠിച്ചത്. രണ്ടാമത് നമുക്ക് പറയാം, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലായിരുന്നോ പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലായ്പ്പോഴും നമുക്ക് റിവാർഡിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. റിവാർഡ് വേണ്ട, എല്ലായ്പ്പോഴും റിവാർഡ് വേണ്ട. നമ്മുടെ ഉള്ളിലുള്ള പറയുന്ന ഒരു അഗ്നി ഉണ്ടല്ലോ, ആ അഗ്നിയെ സ്ഫുടം ചെയ്തെടുക്കാൻ, മോഹൻലാലൊക്കെ പറയുന്ന ഡയലോഗ് ഒരു അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്തു എന്നൊക്കെ പറയുന്നത് പോലെ, നമ്മുടെ ഉള്ളിലുള്ള അഗ്നിയെ സ്ഫുടം ചെയ്തെടുക്കാനായിട്ട് നമുക്ക് കഴിയണം. അതായത് എല്ലായ്പ്പോഴും നമുക്ക് ആരുടെയും സപ്പോർട്ടൊന്നും വേണ്ട, എനിക്ക് എന്റെ കാര്യം ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ചിന്തയും ഓർമ്മയും ഇതിനകത്ത് ഉൾപ്പെടുന്നു. മനസ്സിലായോ? ഓർമ്മയെന്ന് എടുത്ത് പറഞ്ഞേ, നമ്മള് എന്താ പറഞ്ഞേ, ചില കണ്ട കാര്യങ്ങൾ നമ്മൾ എവിടെ ഓർമ്മയിൽ സൂക്ഷിക്കുന്നുണ്ട്. റീടെൻഷൻ. പിന്നെ ഇനി ലാസ്റ്റ് ഉള്ള കാര്യം, വ്യക്തി അതായത് പേഴ്സൺ പ്ലസ് പരിസ്ഥിതി എൻവയോൺമെന്റ് പ്ലസ് പെരുമാറ്റം ബിഹേവിയർ, ഇത് 3ഉം തമ്മിലുള്ളൊരു ബന്ധമാണ് സോഷ്യൽ ലേണിംഗ് തിയറിയിൽ പഠിച്ചത്. പേഴ്സൺ പ്ലസ് എൻവയോൺമെന്റ് പ്ലസ് ബിഹേവിയർ. വ്യക്തി, പരിസ്ഥിതി, പെരുമാറ്റം. അതായത് പേഴ്സൺ, എൻവയോൺമെന്റ്, ബിഹേവിയർ. അല്ല, ഇത് 3ഉം കൂടെ ചേരുന്നതാണ് എന്തുവാ ഈ സോഷ്യൽ ലേണിംഗ് തിയറി. ഇതിൽ 3ാമത്തെ പോയിന്റ് എന്നാ? ചിന്തയും ഓർമ്മയും ഉൾപ്പെടുന്നു. ചിന്തയും ഓർമ്മയും.
ഇനി നമ്മൾ എഴുതാനല്ല, നമുക്ക് നേരത്തെ നമ്മൾ ഇന്ന് ആദ്യം പഠിച്ച തിയറിയും ഈ തിയറിയും കൂടെ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഒന്നാമത്തെ തിയറിയിൽ നമ്മൾ പഠിച്ചത് എന്തുവായിരുന്നു? കണ്ടീഷൻ വെച്ചുള്ള പഠിത്തമില്ലേ നടന്നേ, പഠനമല്ലേ അവിടെ നടന്നേ. അതെ അതെ, എന്നാൽ ക്ലാസിക്കൽ നമ്മൾ കണ്ടീഷൻ. ഇപ്പം പഠിച്ചത് സോഷ്യൽ ലേണിംഗ് തിയറിയിൽ പഠിച്ചത് ഒബ്സർവേഷൻ ആണ് കൂടുതൽ. ഒരു വ്യക്തിയെ കാണുമ്പോൾ ഒബ്സർവ് ചെയ്യുക, ഇമിറ്റേറ്റ് ചെയ്യുക, മോഡലിംഗ് നടത്തുക. അപ്പൊ ഒരാളെ ഒബ്സർവ് ചെയ്തുള്ള ഒരു പഠനമായിരുന്നു നമ്മൾ രണ്ടാമത്തെ തിയറിയിൽ പഠിച്ചത്. ആദ്യത്തത് കണ്ടീഷനിങ് വെച്ച് പഠിക്കുക. എന്നാൽ ഒന്നാമത്തേനകത്ത് തിങ്കിങ്ങിനുള്ള വല്ല പ്രാധാന്യം ഉണ്ടായിരുന്നു? അതായത് മനുഷ്യന്റെ മനസ്സിന് വല്ല പ്രാധാന്യം നമ്മളവിടെ കൊടുത്തോ തിങ്കിങ്ങിന്? ഇല്ല. ഇല്ല. രണ്ടാമത്തതിന് പക്ഷെ തിങ്കിങ്ങിന് വളരെ പ്രാധാന്യമുണ്ട്, ഇൻക്ലൂഡ്സ് തിങ്കിങ്. ആ തിങ്കിങ് ചെയ്യുന്നോണ്ടല്ലേ നമ്മൾ പഴയ കാര്യം ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഓർമ്മയിൽ സൂക്ഷിച്ചിരിക്കുന്ന കാര്യം നമ്മൾ അവിടെ തിങ്കിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നോണ്ടല്ലേ. മനസ്സിലായോ? മനസ്സിലായി. പിന്നെ അതിനകത്ത് അടുത്ത ഒരു പോയിന്റ് കൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് ഡയറക്റ്റ് എക്സ്പീരിയൻസ് ആണ് ഒന്നാമത്തെ തിയറിയിൽ, ബിഹേവിയറൽ തിയറിയിൽ പഠിച്ചത്. അതെല്ലാം നേരിട്ടുള്ള കാര്യങ്ങളാ. നമ്മളിപ്പോ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ തന്നെ ബെല്ലടിക്കുന്നു, അതെല്ലാം ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് അതിനുണ്ടാകുന്നത്. പിന്നെ കുട്ടികൾക്ക് റിവാർഡ് കൊടുക്കുന്നതും അല്ലെങ്കിൽ പണിഷ്മെന്റ് കൊടുക്കുന്നതും എല്ലാം ഡയറക്റ്റ് ആണ്. പക്ഷെ നമ്മൾ ഇവിടെ ഈ തിയറിക്കകത്ത് ഡയറക്റ്റ് ആണോ? ഞാൻ അതിനകത്ത് ആദ്യത്തെ പോയിന്റ് പറഞ്ഞു, നമ്മൾ ഒരു വ്യക്തിയെ നേരിട്ട് അനുഭവിച്ചറിയാതെ ഒരാളുടെ എന്ത് ചെയ്യുന്ന ഒബ്സർവ് ചെയ്യുന്നു, ഇമിറ്റേറ്റ് ചെയ്യുന്നു, മോഡൽ അനുകരിക്കാനൊക്കെ ശ്രമിക്കുന്നു. അപ്പൊ പ്രധാനമായിട്ട് നമ്മൾ ഇത്രയും മനസ്സിലാക്കിയത് ബിഹേവിയറൽ തിയറി കൂടുതലും കണ്ടീഷനിങ് ആണ്, സോഷ്യൽ ലേണിംഗ് തിയറി ഒബ്സർവേഷൻ ആണ്. ഒബ്സർവേഷൻ. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് എവിടൊക്കെയാണെന്ന് ചോദിച്ചാൽ ആപ്ലിക്കേഷൻ നമുക്ക് ഇതിനകത്ത് കൂടുതൽ നടത്താൻ പറ്റുന്നത് എഡ്യൂക്കേഷൻ മേഖലയിൽ തന്നെ നടത്താം. അപ്പൊ ടീച്ചർ ആസ് എ റോൾ മോഡലായിട്ട് കുട്ടികൾ പരിഗണിക്കപ്പെടുന്നുണ്ട്. ഇപ്പം വലിയ മോഡലായിട്ടൊന്നും ഇപ്പൊ അവർക്ക് കുട്ടികൾക്കൊന്നും ടീച്ചർ ആവണമെന്ന് വലിയ ആഗ്രഹമൊന്നും ഇല്ലല്ലോ. പണ്ടത്തെ കാലത്ത് കുട്ടികൾക്ക് ടീച്ചർ ആവാനൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷെ എന്നാലും ടീച്ചറിനെ മോഡലായിട്ട് കാണുന്നതാണ് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ, എന്റെ ക്ലാസ് ടീച്ചർ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, അങ്ങനെ കുട്ടികൾ പറയാറുണ്ടല്ലോ. പിന്നെ അതുപോലെ റോൾ മോഡൽസ് ആണ് പേരൻസ്. ചിൽഡ്രൻ ഇമിറ്റേറ്റ് പേരൻസ്. കുട്ടികൾ അവനവരുടെ പേരൻസിനെ അനുകരിക്കാൻ ശ്രമിക്കത്തില്ലേ? കൊച്ചു കുട്ടികൾ അനുകരിക്കത്തില്ലേ? അമ്മമാര് ചെയ്യുന്നത് പോലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കും. അതുപോലെ പപ്പാമാര് ചെയ്യുന്നത് പോലെ ബൈക്ക് ഓടിക്കാന്, വണ്ടി ഓടിക്കാന്, വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്യാൻ ശ്രമിക്കത്തില്ലേ? എന്തോ അതിന്റെ ഉപജ്ഞാത എൽബർട്ട് ബാന്ദൂര്. ആൽബർട്ട് ആണല്ലേ? ആൽബർട്ട്. എല്ലാം ക്രിസ്ത്യൻസ്. ബന്ദൂര. ഇവാൻ പാവലോവ്, സ്കിന്നർ. പിന്നെ അതുപോലെ അവരെ ഇമിറ്റേറ്റ് ചെയ്യുന്ന മോഡൽസ് ആക്കുന്നതാണ് മീഡിയ, TV, സിനിമ. പിന്നെ മോട്ടിവേഷന്റെ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ കൗൺസിലിംഗ് മേഖലയിൽ ഈ ഒരു തിയറി, സോഷ്യൽ ലേണിംഗ് തിയറി എടുക്കാം. അതായത് മോഡൽ നമ്മൾ ഓരോരുത്തരോട് പറഞ്ഞു കൊടുക്കത്തില്ലേ, നീ ഇന്ന ആൾ കാണുന്ന പ്രസംഗം കേട്ടിട്ടുണ്ടോ, ഇന്ന ആളുടെ കാര്യങ്ങൾ അതുപോലെ ചെയ്യാനൊക്കെ നമ്മൾ പറയത്തില്ലേ. പിന്നെ സമൂഹത്തിലെ പെരുമാറ്റം, നല്ല പെരുമാറ്റമുള്ള വ്യക്തികളെ നമുക്ക് മോഡൽ ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുക്കാം, ചൂണ്ടിക്കാണിക്കും. പിന്നെ ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ജീവിതത്തിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്ന ഒരു കാര്യങ്ങളാണ്. നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ, നല്ല ബുക്സ് റീഡ് ചെയ്യാൻ പറയുന്നത് ഒരാളെ ഒബ്സർവ് ചെയ്യുന്നതിനും ആ വ്യക്തിയായിട്ടുള്ള കാര്യങ്ങളായിരിക്കത്തില്ലോ ആ ബുക്കിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പൊ പല കാര്യങ്ങളും നമുക്ക് കുട്ടികൾക്ക് യഥാർത്ഥ ജീവിതത്തിൽ ഇത് പറഞ്ഞു കൊടുക്കാവുന്ന ഒരു കാര്യമാണ്, നമുക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെ കുട്ടികൾക്ക് പഠനത്തിൽ അത് നമുക്ക് നന്നായിട്ട് വിശദീകരിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ കൊഗ്നിഷൻ എന്ന് പറഞ്ഞാൽ ഭൗതികം എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായ കാര്യം, ഭൗതികമാണ്. ബുദ്ധിപരമായ കാര്യങ്ങളൊക്കെ ചേർന്നൊരു കാര്യമാണ് ഈ സോഷ്യൽ ലേണിംഗ് തിയറികൾ. ബുദ്ധി ഉണ്ടെങ്കിൽ ഇതെല്ലാം നടക്കത്തുള്ളൂ. നമ്മൾ ഈ പറയുന്ന മിമിക്രി കലാകാരന്മാരൊക്കെ നല്ല ബുദ്ധിയുള്ളതുകൊണ്ടാണ് അവര് ഒരാളെ അതുപോലെ അനുകരിക്കാനായിട്ട് അത് ഒബ്സർവ് ചെയ്ത് അതുപോലെ അവരുടെ ആ സൗണ്ടും അവരുടെ ചലനങ്ങളും എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞാൽ അത്രയും കൊഗ്നിഷൻ, ചിന്തയുടെ ആ ഒരു അപാരമായ പ്രോസസ് അവിടെ നടന്നിട്ടാണ് അവർ അതുപോലെ ചെയ്യുന്നത്.
നമ്മളിത് ചിരിക്കുകയാണെങ്കിൽ അയാൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തത് കൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് ചിരിക്കുന്നത്. അതെ. അവർക്ക് കിട്ടുന്ന റിവാർഡാണത്. അവരുടെ അവര് ചെയ്യുമ്പോൾ നമ്മുടെ ചിരി അവർക്ക് കിട്ടിയ റിവാർഡാണ്. ആ തീർച്ചയായും. അതുപോലെ നമ്മളിപ്പം നന്നായിട്ട് പാസ്റ്റർ വന്ന് പ്രസംഗിച്ചിട്ട് പോകുമ്പോൾ നമ്മൾ തിരിച്ച് പാസ്റ്റർ വേദിയിൽ നിന്ന് ഇറങ്ങി സീറ്റിൽ വന്നിരുന്ന് കഴിയുമ്പോൾ നമ്മൾ പറയത്തില്ല, പാസ്റ്ററെ നല്ല പ്രസംഗമായിരുന്നു, ടച്ചിങ് ആയിരുന്നു, ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയും. അന്നേരം പാസ്റ്ററിന് ഒരു സന്തോഷം, ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് ഉറക്കമൊഴിച്ച് ഇതെല്ലാം തയ്യാറാക്കി വന്നത് ആൾക്കാർക്ക് ഇഷ്ടമായല്ലോ എന്ന് പറയുമ്പം ഒരു സന്തോഷം മനസ്സിൽ വരും. എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നത്. പിന്നെ അതിനകത്ത് എല്ലാ പെരുമാറ്റവും ഇനി നമുക്ക് ഇതിനകത്ത് ഇച്ചിരി പരിമിതികളും ഉണ്ട്. എല്ലാ പെരുമാറ്റവും ഇമിറ്റേഷൻസ് കൊണ്ടാണോ നമ്മൾ അങ്ങനെ ചിന്തിക്കണം. അപ്പൊ ഇതിനകത്ത് ഇവര് പറയുന്നത് സ്വഭാവം എല്ലാം എന്താ പറയുന്നത്, ഒബ്സർവേഷൻ കൊണ്ടാണെന്നും ഇമിറ്റേഷൻ കൊണ്ടാണെന്നും മോഡൽ കൊണ്ടാണ്. പക്ഷെ എല്ലാ പെരുമാറ്റവും ഇമിറ്റേഷൻ കൊണ്ടാണോ ഉണ്ടാകുന്നത്? അല്ല. അപ്പൊ അതിന്റെ സ്വന്തമായ ഒരു തീരുമാനവും അഭിപ്രായവും നമ്മുടെ ജീനിന്റെ, അതായത് ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം, ബയോളജിക്കൽ ഫാക്ടേഴ്സിനെ എല്ലാം ഇഗ്നോർ ചെയ്യുക, അവരങ്ങ് അവഗണിക്കുകയാണ് ഈ തിയറിയിൽ ചെയ്യുന്നത്. നമ്മുടെ ജീനിന്റെ നമ്മുടെ കയ്യിലുണ്ടല്ലോ, അത് കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ബയോളജിക്കൽ ഫാക്ടേഴ്സിനെ എല്ലാം ഇവരിത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ വ്യക്തി വ്യത്യാസങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇതിനകത്ത് ബുദ്ധിമുട്ടുണ്ട്. ഇവരെല്ലാം ഒരാളെ അനുകരിച്ച് പറയുന്ന കാര്യം മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരുടെയും വ്യക്തികൾക്കനുസരിച്ച് പെരുമാറ്റത്തിലും അവരുടെ സ്വഭാവത്തിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതൊന്നും ഇവിടെ പ്രതിപാദിക്കപ്പെടുന്നില്ല. പിന്നെ നമ്മൾ ഈ പറയുന്ന 6 പേഴ്സണാലിറ്റി തിയറിയും കൂടെ പഠിച്ച് ഓക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് മനസ്സിലാകാനായിട്ട് കഴിയും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ അനുകരിക്കാൻ പറ്റത്തില്ല, യേശുവിനെ അനുകരിക്കാൻ പറയാൻ പറ്റും. അതെ, അല്ല, യേശുവിനെ അനുകരിക്കാൻ പറയാൻ പറ്റും. പിന്നെ നമുക്ക് നല്ല വ്യക്തികളെ നമുക്ക് പറയത്തില്ലേ, ആ വ്യക്തിയുടെ ഗുണങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുത്തൂടെ? പറയാം. നല്ല വ്യക്തികള് ഇപ്പൊ നമ്മുടെ കൂടെ തന്നെ നമ്മൾ പറയത്തില്ലേ, നീ ഇന്ന ആളെ നിങ്ങളുടെ കുട്ടികളോട് നമ്മൾ പറയത്തില്ലേ, നിന്റെ ഫ്രണ്ട് ആ കുട്ടി എന്തും നല്ലതായിട്ടാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ അവന്റെ കാര്യങ്ങൾ നോക്ക്, അവൻ നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നല്ലോ, അവൻ മുതിർന്നവരെ കാണുമ്പോൾ അവൻ നന്നായിട്ട് ബഹുമാനിക്കുന്നു. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുമല്ലോ. എല്ലാവരെയും വ്യക്തിപരമായിട്ട് ഫോളോ ചെയ്യാൻ പറയാൻ പറ്റുകയില്ല. കാരണം അവർക്ക് 2-3 സ്വഭാവം കാണും. ഉണ്ട്. ഇപ്പൊ ആ സ്വഭാവം എല്ലാം ഫോളോ ചെയ്യാൻ പറയാൻ പറ്റത്തില്ല. ഇപ്പൊ തന്നെ നമ്മളിപ്പം പറയും, ഞാനിത് ഇതിനകത്ത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും പറയാം. നമ്മളിപ്പം ഗണേഷ് കുമാർ എന്ന് പറയുന്ന മന്ത്രിയെ എടുത്താൽ, മന്ത്രി എന്ന നിലയിൽ പുള്ളിയുടെ വീട് ഇവിടെ കൊട്ടാരം, മന്ത്രി എന്ന നിലയിൽ പുള്ളി 100% ഓക്കെയാണ്. ശരിയാണ്. നന്നായിട്ട് ജനങ്ങൾക്ക് എന്ത് കാര്യം ചെയ്യുകയും ചെയ്യും. ഇപ്പൊ തന്നെ KSRTC നഷ്ടത്തിൽ ഓടിയിരിക്കുന്ന KSRTCയെ രക്ഷപ്പെടുത്തി എല്ലാം ചെയ്തു. പക്ഷെ നമ്മൾ പുള്ളിയുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് നടന്നുപോയാൽ നമുക്ക് അതിനെ അനുകരിക്കാൻ പറ്റത്തില്ല. അതുപോലെയാണ് അതാണ് ഇപ്പൊ ഇതിൽ പറഞ്ഞ വ്യക്തി വ്യത്യാസങ്ങളെ കുറിച്ച് സോഷ്യൽ ലേണിംഗ് തിയറിയിൽ പ്രതിപാദിച്ചിട്ടില്ല. അതായത് നമ്മളിപ്പോ ഇതിനകത്ത് പഠിച്ചത് മനുഷ്യർ മറ്റുള്ളവരെ കാണുകയും അനുകരിക്കുകയും ചെയ്യുന്നതാണ് പെരുമാറ്റം എന്നാണ് അതിൽ പഠിച്ചത്. അതുപോലെ ചിന്തയും ഓർമ്മയും ഒക്കെ ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് 2 തിയറി പഠിച്ചു, ബിഹേവിയറൽ തിയറിയും പഠിച്ചു, സോഷ്യൽ ലേണിംഗ് തിയറി. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലായല്ലോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാലും മതി, പറഞ്ഞുതരാം. ഞാൻ നോട്ട് 2 കഴിഞ്ഞ ദിവസത്തെ ഈ നോട്ടും കൂടെ PDF ആക്കി ഇട്ടുതരാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്. മാം, ഈ ഒബ്സർവ് ചെയ്തിട്ട് ബിഹേവിയറിൽ മാറ്റം വരുത്തുക എന്നുള്ളത് മുതിർന്നവരെക്കാളും കൂടുതൽ കുട്ടികൾക്കായിരിക്കില്ലേ? മുതിർന്നവരത് കുട്ടികളുടെ കാര്യം ചെയ്യേ? കുട്ടികള് പിന്നെ നമ്മളിപ്പോ ഒബ്സർവ് ചെയ്തിട്ട് സ്വഭാവത്തിൽ ചില മാറ്റങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ടല്ലോ. എല്ലാം ഒന്നും അറിയില്ലെങ്കിലും ചിലതായിട്ട് നമ്മൾ മനഃപൂർവ്വം മാറ്റാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് മാറ്റും. അതേസമയം കുട്ടികൾക്ക് ചിലതൊന്നില്ല, അവരെല്ലാം ഒബ്സർവ് ചെയ്ത് മാറ്റാനായിട്ട്
ശ്രമിക്കുക. അതാണ് അവിടെ നമ്മുടെ കാര്യം വരുമ്പോഴാണ് ചിന്തയും അവിടെ പ്രവർത്തിക്കുന്നത്. നമ്മൾ ചില കാര്യങ്ങളെ ചിന്തിച്ചിട്ട് മാറ്റാനായിട്ട് അവിടെ ശ്രമിക്കും. ശ്രമിക്കും. ഓക്കെ. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും പറ്റും. മുതിർന്നവർക്കും പറ്റും. ചില കാര്യങ്ങൾ നമ്മൾ മനഃപൂർവ്വം വേണ്ട, എന്റെ സ്വഭാവത്തിൽ മാറ്റം വരണമെന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളെ നമുക്ക് ഒബ്സർവ് ചെയ്ത് അതെ, മാറ്റാനായിട്ട് പറ്റും. അനുകരിച്ച് നമുക്ക് തീർച്ചയായിട്ടും മാറ്റാനായിട്ട്. തീർച്ചയായിട്ടും. നമ്മൾ വേണ്ട നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈലിൽ നമ്മൾ വേറൊരാളെ കണ്ട് നമ്മൾ മാറ്റാൻ ശ്രമിക്കാറില്ലേ? തീർച്ചയായും. മാറ്റും. നമ്മുടെ നടത്തം മാറുന്നുണ്ട്. അങ്ങനെ എന്തെല്ലാം നമ്മുടെ പെരുമാറ്റത്തിലെ നമ്മുടെ ബിഹേവിയർ നന്നായിട്ട് നമ്മൾ മാറ്റാനായിട്ട് ശ്രമിക്കും. കുട്ടികൾ മാറുന്നുണ്ട്, കുട്ടികൾ നന്നായിട്ട് മാറുന്നുണ്ട്, നമ്മൾ മാറിയിട്ടുണ്ട്. നമ്മൾ 10 വർഷം മുൻപുള്ള നമ്മളാണോ? അതിനകത്ത് പലരുടെയും സ്വാധീനം നമ്മളിലില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയത് പല കാര്യങ്ങളും നമ്മൾ ചിലപ്പം ചിലരിൽ കണ്ട ചില മാനറിസങ്ങളൊക്കെ നമ്മൾ വരുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇല്ല. സിസ്റ്റർ പറഞ്ഞ പോലെ അതൊക്കെ കൊച്ചു പിള്ളേർക്കേ പറ്റും. 21 ഡേയ്സ് ട്രൈ ചെയ്യണം. അല്ല, എനിക്ക് തോന്നിയിട്ടുണ്ട് ചില ആൾക്കാരിലുള്ള ചില നമുക്ക് ഇഷ്ടപ്പെട്ട സ്വഭാവങ്ങളൊക്കെ നമ്മൾ മാറ്റാനായിട്ട് ശ്രമിച്ചാൽ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. ഞാൻ 21 ഡേയ്സ് ട്രൈ ചെയ്തിട്ടുണ്ട്. 21 ദിവസം ഫുൾ ഫാസ്റ്റിംഗ് ഇരുന്നു. 3 ദിവസം കഴിയുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണത്തെ കുറിച്ചുള്ള ഓർമ്മയൊക്കെ വരും. അത് വൈകുന്നേരം കഴിച്ചാൽ എന്താന്ന് ചിന്തിക്കും. പക്ഷെ പോകെ 7ാമത്തെ ദിവസവും അതുപോലെ തന്നെ 6 ദിവസം കഴിയുമ്പോഴും ഇങ്ങനെ ഒരു ചെറിയൊരു ചിന്തയുണ്ടാവും. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും ഭക്ഷണത്തെക്കുറിച്ചൊരു ചിന്തയും ഉണ്ടാകത്തില്ല, വിശപ്പും ഇല്ല, ദാഹവും ഇല്ല. അങ്ങനെ 21 ഡേയ്സ് ഫില്ല് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ പറയുമെങ്കിൽ നമ്മൾ ഈ മുസ്ലിംസിന്റെ നൊയമ്പിനെ കുറിച്ച് പറയുന്നു, അത് ഭയങ്കര ടഫായിട്ടുള്ള കാര്യമില്ല. ആദ്യം എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്നത് ആദ്യത്തെ 2 ദിവസം ആദ്യം ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ വിശപ്പൊക്കെ അങ്ങ് തോന്നും, അങ്ങ് വെള്ളം കുടിച്ചോളാൻ വയ്യാന്നൊക്കെ അങ്ങ് തോന്നും. പക്ഷെ 3ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് പിന്നെ വിശപ്പും ഇല്ല, ദാഹവും ഇല്ല, ഒന്നുമില്ല. അല്ല, അവര് 6 മണി രാവിലെ 6 മുതൽ വൈകുന്നേരം 6 മണി വരെ ആയിരിക്കും. വൈകിട്ട് 6 മണിയാകുമ്പോൾ അവർക്ക് ഇഷ്ടം പോലെ ഫുഡ് കഴിക്കാം. വെളുപ്പിനെ 6 കാരണം ഞാൻ ഗൾഫ് വെച്ച് കണ്ടിട്ടുണ്ട്. ഒരു 6 മണിക്ക് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ രാവിലെ 6 മണി വരെ അവർ കഴിക്കും. രാത്രി ഉറങ്ങത്തില്ല. അവരിങ്ങനെ കഴിച്ചുകൊണ്ട് നടക്കും. വെള്ളം കുടിക്കും, കഴിക്കും. ചിക്കനും മട്ടനും പോത്തും എല്ലാം ഇഷ്ടം പോലെ കഴിക്കും. അതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് പാക്കറ്റ്. എന്നാൽ ഒരുപാട് കഴിക്കാത്തവരും ഉണ്ടല്ലോ. കഴിക്കാത്ത ഒരാളാ പറഞ്ഞത്, എന്നെ കൊണ്ട് അങ്ങനൊന്നും കഴിക്കാൻ പറ്റത്തില്ല, വൈകുന്നേരത്ത് ഈ വിശന്നിരുന്നിട്ട് എന്നൊരു ചായയോ എന്തെങ്കിലുമൊക്കെ സ്നാക്സും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നെ കൊണ്ട് ഒരുപാടൊന്നും ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. അല്ല, ആദ്യം തുടങ്ങുമ്പം ലൈറ്റായിട്ട് കഴിക്കാൻ പറ്റൂ. വെള്ളം കുടിക്കുക, പിന്നെ അവരുടെ ഒരു നോമ്പ് കഞ്ഞി എന്ന് പറഞ്ഞൊരു കഞ്ഞി അതറിയാം. അത് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 9 മണി 10 മണിയൊക്കെ ആകുമ്പോൾ തീന്മേശയിലോട്ട് അവര് വെട്ടി വിഴുങ്ങും. അല്ല, നമ്മളിപ്പോ അതിന്റെ വെച്ചാൽ പറയാം. അല്ലാതെ നമ്മൾ ഈ ഒരു കാര്യം നമുക്ക് വേണ്ടാന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ച അതിനെയും ഞാൻ പറഞ്ഞല്ലേ, നമ്മുടെ മനസ്സിന്റെ ഒരു പവറാണ്. കഴിക്കാതിരിക്കണമെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റും. അത് പറ്റും. ഞാൻ വണ്ണം കുറയ്ക്കണമെന്ന് വെച്ചിട്ട് ഞാൻ 3 മാസം ഞാൻ ചോറുണ്ടായിരുന്ന ആളാ. വേണമെങ്കിൽ ചക്ക വേരിലും കഴിക്കും. അതെ, ഞാൻ ചോറുണ്ണാതെ എന്റെ അമ്മ എപ്പോഴും പറയുന്നേ, അവള് വണ്ണം കുറയ്ക്കണമെന്ന് വിചാരിച്ചാൽ അവളെ കൊണ്ടേ പറ്റത്തുള്ളൂ എന്ന് പറയും. എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന പട്ടിണി കിടക്കുമെന്നല്ല, ചോറ് ഞാൻ കഴിക്കത്തേ ഇല്ല. അന്നേരം ബാക്കി ഇപ്പം എന്തുവാ ക്യാരറ്റ് ഒക്കെ ആണെങ്കിൽ ഞാൻ നല്ലതുപോലെ പച്ചയ്ക്കും തോരൻ പോലെ ഉണ്ടാക്കി ആവിയേറ്റി ഇങ്ങനെയൊക്കെ കഴിക്കുമായിരുന്നു. ബാക്കി സാധനങ്ങളെല്ലാം കഴിക്കുമായിരുന്നു. ചോറ് കുറച്ചാൽ മതി, വണ്ണം കുറയ്ക്കാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മൾ ഒബ്സർവ് ചെയ്തും ഒക്കെ നമ്മുടെ സ്വഭാവത്തെ മാറ്റാനായിട്ട് നമുക്ക് പറ്റും. പിന്നെ പൊതുവേ നമ്മളെല്ലാവരുടെയും എന്ത് പറയും, നമ്മൾ വേദോസ്വതി പറയുന്ന പോലെ
ഉഷ്ണവാനുമല്ല, ശീതവാനുമല്ല, ശീതോഷ്ണവാനായിട്ടുള്ള ഒരു സ്വഭാവത്തിൽ നമ്മൾ അങ്ങ് പോകും. പോകും. അതുകൊണ്ട് ദൈവം വായ നുമണ്ണ് കളയാതിരിക്കാൻ സൂക്ഷിക്കാം. അതെ. ഓക്കെ, എന്നാ പാസ്റ്റർ പ്രാർത്ഥിക്കുന്നേ. മറ്റേ ആ സൈമൺ സാറുണ്ട്. ആരാ സാറ് പ്രാർത്ഥി സാറുണ്ടോ? ശരി, സാർ. ഓക്കെ സാർ. എന്നാ പാസ്റ്റർ ആരെങ്കിലും പ്രാർത്ഥിച്ചോ? പാസ്റ്റർ പ്രാർത്ഥിക്കുന്നു. അതിന്റെ പേര്. ഓക്കെ.